ഓക്കെ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കന്യായാലും അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ദിവസം മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഷിബു. ഹായ് ശിവചേട്ടാ. ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. നമ്മള് കഴിഞ്ഞ ആഴ്ച ഈ ബാക്ക് സ്ലൈഡർ എന്ന് പറയുന്ന എപ്പോഴും പുറകോട്ട് വീഴുന്ന ഒരാൾ എന്ന് പറയുന്ന നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ബാക്ക് സ്ലൈഡർ എന്ന് പറയുന്ന കഥ എഴുതിയ ആളുടെ പേര്, അല്ലെങ്കിൽ അദ്ദേഹം ബിഗ് ബുക്കിൽ അദ്ദേഹത്തിന്റെ അനുഭവ കഥ എഴുതിയ ആളുടെ പേര് വാൾട്ടർ ബി എന്നാണ്. വാൾട്ടർ ബി. അദ്ദേഹം ക്ലേവ്ലാൻഡ്, ഒഹായോ, അമേരിക്കയിലാണ് ആദ്യമായിട്ട് മീറ്റിംഗിൽ പങ്കെടുക്കുകയും ഫസ്റ്റ് എഡിഷനിൽ 265-ാമത്തെ പേജിലാണ് നമുക്ക് ആ കഥ കാണാൻ കഴിയുന്നത്. വളരെ ചെറുപ്പത്തിലെ തന്നെ യുദ്ധത്തില് ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കുകയും ഒരു മെക്കാനിക്സ് എന്ന രീതിയിൽ നല്ല വേജസ്, ഒരുപാട് പണം സ്വരൂപിക്കുകയും ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയുടെ പറയുന്നത്, അദ്ദേഹം നല്ലൊരു മെക്കാനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് കമ്പനികളിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആശുപത്രി പ്രവേശനം അനേകം തവണ ഉണ്ടായിട്ടുണ്ട് മദ്യപാനം മൂലം. അവിടുത്തെ ഒരു ചീഫായിട്ടുള്ള ഫിസിഷ്യൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ശരിക്കും മദ്യപാനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഞാൻ കുറച്ച് ആളുകളെ ഇത്തരം പ്രോബ്ലമുള്ള അല്ലെങ്കിൽ പ്രശ്നമുള്ള ആളുകളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബോബിനെയും സിസ്റ്റർ ഇഗ്നോഷ്യയും ഒക്കെ പരിചയപ്പെടുത്തി. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് മാരി ബി എന്നാണ്. അവരും ഒരു കഥ എഴുതിയിട്ടുണ്ട് ബിഗ് ബുക്കില്, ആൽക്കഹോളിക്സ് വൈഫ്, മദ്യാസക്തന്റെ ഭാര്യ എന്നാണ് ആ കഥയുടെ പേര്. അത് പിന്നീട് നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ബാക്ക് സ്ലൈഡറിൽ പേജ് നമ്പർ 269 നമ്മൾ നിൽക്കുന്നത്. നമുക്ക് ആ കഥയുടെ ഭാഗത്തേക്ക് പോകാം. ഡ്യൂറിങ് അനദർ ഹോസ്പിറ്റൽ സ്റ്റേ, എ മിനിസ്റ്റർ ഹും ഐ ലൈക്ക്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് കെയിം ടു സീ മീ. അതായത് അടുത്ത ഒരു ആശുപത്രി പ്രവേശനത്തിന്റെ സമയത്ത് ഒരു പുരോഹിതൻ എന്നെ കാണാൻ വരികയും വന്നു. ടു മീ ഹി വാസ് ജസ്റ്റ് അനദർ നോൺ ആൽക്കഹോളിക് ഹു വാസ് അനേബിൾ. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മറ്റൊരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള, ഒരു മദ്യാസക്തനല്ലാത്ത, എന്നെ സഹായിക്കാൻ കഴിയാത്ത ഒരാളാണ്. ഈവൻ ബൈ ദ ആഡഡ് ബെനിഫിറ്റ് ആൻഡ് അതോറിറ്റി ഓഫ് ദ ക്ലോത്ത്. അതായത് അദ്ദേഹത്തിന്റെ ഈ ലോഹ പോലെയുള്ള വസ്ത്രം അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും അതോറിറ്റിയിലോ അതിന്റെ എന്തെങ്കിലും ബെനിഫിറ്റിലോ അദ്ദേഹത്തിന് എന്നെ സഹായിക്കാൻ കഴിയില്ല. ടു ഡു എനിത്തിങ് ഫോർ ആൻ ആൽക്കഹോളിക്. ഇത്തരം വസ്ത്രത്തിലൂടെ കിട്ടുന്ന ബെനിഫിറ്റുകൾക്കൊന്നും എന്റെ ആൽക്കഹോളിസത്തെ മാറ്റാൻ കഴിയുകയില്ല എന്നാണ് ഇദ്ദേഹം ഈ കഥയിൽ പറയുന്നത്. ഐ സാറ്റ് ഡൗൺ വൺ ഡേ ടു ഫിഗർ തിങ്സ് ഔട്ട്. അതായത് ഒരു ദിവസം ഞാൻ ഇരുന്നു കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊന്ന് ശരിയാക്കുമെന്ന് ഇരുന്ന് ചിന്തിക്കുകയാണ്. ഐ വാസ് നോ ഗുഡ് ടു മൈസെൽഫ്. ഞാൻ എനിക്ക് തന്നെ നല്ലതൊന്നും ചെയ്തിട്ടില്ല. മൈ വൈഫ്, എൻ്റെ വൈഫിനും ഭാര്യയ്ക്കും, ഓർ മൈ ഗ്രോയിങ് ബോയ്, വളർന്നു വരുന്ന എൻ്റെ കുട്ടിക്കും ഒന്നും ചെയ്തിട്ടില്ല. മൈ ഡ്രിങ്കിങ് ഹാർഡ് ഈവൻ അഫക്റ്റഡ് ഹിം. എന്റെ മദ്യപാനം അവനെയും ബാധിച്ചിട്ടുണ്ട്. ഹി വാസ് എ നെർവസ് ഇറിറ്റഡ്. അവൻ വളരെ അസ്വസ്ഥനായിട്ടുള്ള, വളരെ നെർവസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഗെറ്റിംഗ് അലോങ് ബാഡ്ലി അറ്റ് സ്കൂളിൽ അവൻ വളരെ മോശമായിട്ട് പെരുമാറി. മേക്കിംഗ് പുവർ ഗ്രേഡ്സ്. അതായത് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവന് വളരെയധികം കുറഞ്ഞ മാർക്കുകളെ കിട്ടിയിരുന്നുള്ളൂ. ബിക്കോസ് ദ ഫാദർ ഹി ന്യൂ വാസ് എ സോട്ട് ആൻഡ് അൻ അൺപ്രിഡിക്റ്റബിൾ വൺ. അവൻ ഒരിക്കലും ചിന്തിക്കാനും അല്ലെങ്കിൽ ഒരിക്കലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവൻ ഒരിക്കലും വിധി കൽപ്പിക്കാവുന്ന, അല്ലെങ്കിൽ മുൻവിധി കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരാളായിരുന്നു അവന്റെ അച്ഛൻ. മൈ ഇൻഷുറൻസ് വാസ് സഫിഷ്യന്റ് ടു ടേക്ക് കെയർ ഓഫ് മൈ വൈഫ് ആൻഡ് ചൈൽഡ് ഫോർ എ ഫ്രഷ് സ്റ്റാർട്ട് ബൈ ദംസെൽസ്. അതായത് എന്റെ ഇൻഷുറൻസ് അവനും എന്റെ ഭാര്യയ്ക്കും മകനും നന്നായി ജീവിക്കുവാനായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഐ ഡിസൈഡ് ദാറ്റ് ഐ ഹാഡ് സിംപ്ലി മൂവ് ഔട്ട് ഓഫ് ദ വേൾഡ് ഫോർ ഗുഡ്. ഈ ലോകത്തു നിന്ന് തന്നെ ഒഴിഞ്ഞു മാറിപ്പോകാൻ, അതിൽ മരിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഐ ടുക്ക് എ കില്ലിംഗ് ഡോസ് ഓഫ് ബൈക്ലോറൈഡ് ഓഫ് മെർക്കുറി. അതായത് ഞാൻ എന്നെ മരണത്തിന് വിധേയമാക്കുന്ന രീതിയിലുള്ള മെർക്കുറി എടുത്ത്, ബൈക്ലോറൈഡ് ഓഫ് മെർക്കുറി എടുത്ത് ഞാൻ മരിക്കാൻ ശ്രമിക്കുകയാണ്. ദേ റഷ്ഡ് മീ ടു ദ ഹോസ്പിറ്റൽ. പക്ഷെ എന്നെ അവർ ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് എത്തിച്ചു. The emergency physicians applied the immediate remedies but shook their heads. അതായത് എമർജൻസിയിലെ അത്യാഹിത വിഭാഗത്തിലെ ഫിസിഷ്യൻ, ഡോക്ടർമാർ എന്നെ സുഖപ്പെടുത്തുന്നതിനുള്ള അത്യാവശ്യമായിട്ടുള്ള എല്ലാ പരിഹാരങ്ങളും കൊടുത്തതിന് ശേഷം അവരുടെ തല കുലുക്കി. There wasn't a chance, they said.
ഒരു ചാൻസും ഇല്ല അവർ പറഞ്ഞു. ആൻഡ് ഫോർ ഡേയ്സ് ഇറ്റ് വാസ് ടച്ച് ആൻഡ് ഗോ. അങ്ങനെ ദിവസങ്ങൾ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. വൺ ഡേ ദ ചീഫ് റെസിഡന്റ് ഫിസിഷ്യൻ, അതായത് അവിടുത്തെ ചീഫ് റെസിഡന്റ് ഫിഷിക്കെയും ഡെയിലി റൗണ്ട്സ്, അതായത് എല്ലാ ദിവസവും ഡോക്ടറുടെ റൗണ്ട്സിന് വരും. അപ്പൊ ആ ഫിസിഷ്യനും എൻ്റെ അടുത്ത് റൗണ്ട്സിന് വന്നു. ഹി ഹാഡ് ഓഫൺ സീ മീ ദർ ബിഫോർ ഫോർ ആൽക്കഹോളിസം. ആ ഫിസിഷ്യനാകട്ടെ ഇതിനു മുമ്പ് മദ്യാസക്തിയുടെ ചികിത്സയ്ക്കായി അവിടെ ചെന്നിട്ടുള്ളതിനാൽ എന്നെ അറിയാമായിരുന്നു. എന്നെ പലപ്പോഴായി അയാൾ കണ്ടിട്ടുണ്ട്. സ്റ്റാൻഡിങ് അറ്റ് മൈ ബിസൈഡ്, എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഹി ഷോവഡ് മോർ ദാൻ പ്രൊഫഷണൽ ഇൻട്രസ്റ്റഡ്, ട്രൈ ടു ബോയ് മീ അപ്പ് വിത്ത് ദ ഡിസൈർ ടു ലൈവ്. അതായത് തൊഴിൽപരമായ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് ഉപരിയായി എനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹം വളർത്തുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറി. ഹി ആസ്ക്ഡ് മീ, അയാൾ എന്നോട് ചോദിച്ചു, ഇഫ് ഐ വുഡ് റിയലി ലൈക്ക് ടു ക്വിറ്റ് ഡ്രിങ്കിങ് ആൻഡ് ഹാവ് അനദർ ട്രൈ ടു ലീവിങ്. അതായത് നിങ്ങൾക്ക് തീർച്ചയായും കൂടി നിർത്താൻ ആഗ്രഹമുണ്ടോ, മറ്റൊരു ജീവിതം ജീവിക്കാൻ താല്പര്യമുണ്ടോ? വൺ ക്ലിങ്സ് ടു ലൈഫ് നോ മാറ്റർ ഹൗ മിസറബിൾ. വളരെ മിസറബിൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റെത്. ഐ ടോൾഡ് ഹിം ഐ വുഡ് ആൻഡ് ദാറ്റ് ഐ വുഡ് ട്രൈ അഗെയിൻ. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അതിനാണ് ശ്രമിക്കുന്നത്. ഹി സാഡ്, അവൻ പറഞ്ഞു, ഹി വാസ് ഗോയിങ് ടു സെൻഡ് അനദർ ഡോക്ടർ ടു സീ മീ ടു ഹെൽപ്പ് മീ. അതായത് അവൻ മറ്റൊരു ഡോക്ടറെ എൻ്റെ അടുത്തേക്ക് അയക്കാം സഹായിക്കാനായി. ദിസ് ഡോക്ടർ കെയിം ആൻഡ് സാറ്റ് ബിസൈഡ് മൈ ബെഡ്. ഈ ഡോക്ടർ ആകട്ടെ, ഈ പറഞ്ഞ ഡോക്ടർ എൻ്റെ ബെഡിനരികിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഹി ട്രൈ ടു ചിയർ മീ അപ്പ് അബൌട്ട് മൈ ഫ്യൂച്ചർ. അദ്ദേഹം എൻ്റെ ഭാവിയെ കുറിച്ചൊക്കെ പറഞ്ഞ് എന്നെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. പോയിന്റഡ് ഔട്ട് ഐ വാസ് സ്റ്റിൽ എ യങ് മാൻ. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞു, നിങ്ങൾ ഇപ്പോഴും ഒരു യുവാവാണ്. വിത്ത് ദ വേൾഡ് ടു ലിക്ക് ആൻഡ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ കുഡ് ഡു ഇഫ് ഐ റിയലി വാണ്ടഡ് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അതായത് ഈ ലോകത്ത് തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കുടി നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. വിത്തൗട്ട് ടെല്ലിങ് മീ വാട്ട് ഇറ്റ് വാസ്, എന്താണ് എന്ന് എന്നോട് കൃത്യമായി പറഞ്ഞില്ല. ഹി സെഡ്, അവൻ പറഞ്ഞു, ഹി ഹാഡ് ആൻ ആൻസർ, അവനൊരു ഉത്തരമുണ്ട് ടു മൈ പ്രോബ്ലം, എൻ്റെ പ്രശ്നത്തിന്, ആൻഡ് കണ്ടീഷൻ ദാറ്റ് റിയലി വർക്ക്ഡ്. അതായത് എൻ്റെ പ്രശ്നത്തിന് അല്ലെങ്കിൽ എൻ്റെ ഈ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മോചനം കൊടുക്കുന്ന ഒരു പരിഹാരം അവൻ്റെ കയ്യിലുണ്ട്. ദെൻ ഹി ടോൾഡ് മീ വെരി സിംപ്ലി ദ സ്റ്റോറി ഓഫ് ഹിസ് ഓൺ ലൈഫ്. അവൻ്റെ ജീവിതാനുഭവങ്ങൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു, അവന്റെ കഥ. എ ലൈഫ് ഓഫ് ജനറസ് ടിപ്ലിംഗ് ആഫ്റ്റർ പ്രൊഫഷണൽ ഹവേഴ്സ്. അതായത് അവന്റെ ഡോക്ടറായിരുന്ന ആ തൊഴിലിന്റെ സമയങ്ങളിൽ പോലും ഏകദേശം 3 നൂറ്റാണ്ട്, 3 decades, until he had lost almost everything a man can lose. അതായത് ഏകദേശം 30 വർഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് ഒരു മനുഷ്യന് നഷ്ടപ്പെടാൻ കഴിയുന്നതെല്ലാം നഷ്ടപ്പെട്ടു. ആൻഡ് ഹൗ ഹി ഹാഡ് ഫൗണ്ട് ആൻഡ് അപ്ലൈഡ് ദ റെമഡി വിത്ത് കംപ്ലീറ്റ് സക്സസ്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യൻ ഈ പറയുന്ന പരിഹാരം സ്വീകരിക്കുകയും അദ്ദേഹം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു. ഹി ഫെൽറ്റ് ഷുവർ ഐ കുഡ് ഡു ദ സെയിം. അദ്ദേഹം പറയുന്നത്, ഞാൻ ചെയ്തതുപോലെ അല്ലെങ്കിൽ ഈ ഡോക്ടർ ചെയ്തതുപോലെ താങ്കൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. ഡേ ആഫ്റ്റർ ഡേ, ഓരോ ദിവസങ്ങൾ കഴിയുന്നതോടെ ഹി കോൾഡ് ഓൺ മീ ആൻഡ് ദ ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിൽ എന്നെ കണ്ടു ആൻഡ് സ്പെൻഡ് ഹവേഴ്സ് ടോക്കിംഗ് ടു മീ. എന്നെ വന്ന് കണ്ട് ധാരാളം ദിവസങ്ങളിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും എന്നോട് സംസാരിച്ചുകൊണ്ട് ധാരാളം മണിക്കൂറുകൾ ചെലവഴിക്കുകയും ചെയ്തു. ഹി സിംപ്ലി ആസ്ക്ഡ് മീ ടു മേക്ക് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ബിലീഫ്സ്. അതായത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രായോഗികമായ ഒരു സമീപനം സ്വീകരിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഐ ഓൾറെഡി ഹെൽഡ് തിയറോറ്റിക്കലി ബട്ട് ഹാഡ് ഫോർഗോട്ടൺ ഓൾ മൈ ലൈഫ്. അതായത് ഈ പറയുന്ന തിയറിയൊക്കെ എനിക്കറിയാം, അത് പക്ഷെ ഞാനെല്ലാം എൻ്റെ ജീവിതത്തിൽ മറന്നുപോയി. ഐ ബിലീവ്ഡ് ഇൻ എ ഗോഡ് ഹു റൂൾഡ് ദ യൂണിവേഴ്സ്. ഞാൻ ഇങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവത്തിനെ. The doctor submitted to me the idea of God as a father who would not willing let any of his child perish and suggested that most. ആ ഡോക്ടർ പക്ഷേ ദൈവത്തിന്റെ ആശയം എനിക്ക് തന്നത് ഒരപ്പനെ പോലെയാണ്. ഒരപ്പനും അവന്റെ മകൻ അല്ലെങ്കിൽ മക്കൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെയാണ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചത്. ഇഫ് നോട്ട് ഓൾ ഓഫ് അവർ ട്രവൽസ്, നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും കം ഫ്രം ബീയിങ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദ ഐഡിയ ഓഫ് ഗോഡ്, വിത്ത് ഗോഡ് ഹിംസെൽഫ്.
അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവവും ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓൾ മൈ ലൈഫ്, എന്റെ ജീവിതവും, ഹി സെഡ്, ഐ ഹാഡ് ബീൻ ഡൂയിങ് തിങ്സ് ഓഫ് മൈ ഓൺ ഹ്യൂമൻ വിൽ ആസ് ഓപ്പോസിറ്റ് ടു ഗോഡ്സ് വിൽ. അതായത് ഞാൻ എന്റെ മനുഷ്യപരമായിട്ടുള്ള ആഗ്രഹങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ ആഗ്രഹത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ദാറ്റ് ദ ഓൺലി സെറ്റ് വേ ഫോർ മീ ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അപ്പോ എന്റെ ആശയത്തിൽ നിന്ന്, മൈ ഓൺ വില്ലിൽ നിന്ന്, എന്റെ ആഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് മാറുവാൻ എനിക്ക് സാധിച്ചാൽ അത് മാത്രമാണ് എന്നെ കുടി നിർത്താനുള്ള ഒരേ ഒരു വഴി. ഫാസ്റ്റ് സബ്മിറ്റ് മൈ വിൽ ടു ഗോഡ്. എന്റെ ആഗ്രഹത്തിന് എന്റെ ഇച്ഛയെ ദൈവത്തിൽ സമർപ്പിക്കുക. ആൻഡ് ലെറ്റ് ഹിം ഹാൻഡിൽ മൈ ഡിഫിക്കൽട്ടീസ്. എന്റെ ബുദ്ധിമുട്ടുകൾ കൈകാര്യം ചെയ്യാൻ അവനെ അനുവദിക്കുക. ഐ ഹാഡ് നെവർ ലുക്ക്ഡ് ഓൺ മൈ സിറ്റുവേഷൻ ഇൻ ദാറ്റ് വേ. എന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്റെ സാഹചര്യങ്ങൾ ആ തരത്തിൽ നോക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹാഡ് ഓൾവേസ് ഫെൽറ്റ് മൈ സെൽഫ്. എനിക്ക് എപ്പോഴും എന്റെ ചിന്ത വെരി റിമോട്ട് ഇൻഡീഡ് ഫ്രം എ സുപ്രീം ബീയിങ്. അപ്പം ഏതോ ഒരാൾ എങ്ങോ ഒരു ലോകത്തിരുന്ന് റിമോട്ട് കൺട്രോളിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ദൈവത്തെ കണ്ടത്. ഡോക്ടർ ആസ് ഐ ഷാൽ കോൾ ഹിം ആഫ്റ്റർ. ഞാൻ ഡോക്ടർ എന്ന് വിളിച്ചു. വാസ് പ്രിറ്റി പോസിറ്റീവ് ദാറ്റ് ഗോഡ്സ് ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്തിന്റെ നിയമം വളരെ പോസിറ്റീവ് ചിന്തകൾ തന്നു. വാസ് ദ ലോ ഓഫ് ലവ്. അതിനകത്ത് അതൊരു സ്നേഹത്തിന്റെ നിയമമാണ്. ആൻഡ് ദാറ്റ് ഓൾ മൈ റിസൺഫുൾ ഫീലിങ്സ്. എൻ്റെ നീരസം നിറഞ്ഞ എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ വിച്ച് ഹാഡ് ഫെഡ് ആൻഡ് കൾട്ടിവേറ്റഡ് വിത്ത് ലിക്വർ. അത്തരം വികാരങ്ങളെ അല്ലെങ്കിൽ നിരാശയുടെ അല്ലെങ്കിൽ നീരസത്തിന്റെ വികാരങ്ങളെ ഞാൻ തീറ്റിപ്പോറ്റിയിരുന്നത് മദ്യമൊഴിച്ചുകൊണ്ടാണ്. ഞാൻ അതിന് തീറ്റയും വെള്ളവും കൊടുത്തു. വേർ ദ റിസൾട്ട് ഓഫ് എയ്തർ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. ചിലപ്പോൾ ബോധപൂർവം ചെയ്തു, ചിലപ്പോൾ അബോധാവസ്ഥയിലും അത് അങ്ങനെ തന്നെ ചെയ്തു. ഇറ്റ് ഡിഡിൻറ്റ് മാറ്റർ വിച്ച് ഡിസൊബീഡിയൻസ് ടു ദാറ്റ് ലോ. ഇതുകൊണ്ടാണ് ഞാൻ ആ ലോയ്ക്ക് അല്ലെങ്കിൽ ആ നിയമത്തിന് അനുസരിക്കാത്ത ഒരാളായി മാറിയത്. വാസ് ഐ വില്ലിംഗ് ടു സബ്മിറ്റ് മൈ വിൽ. ഞാൻ എൻ്റെ ഇച്ഛയെ അങ്ങനെ ദൈവത്തിലേക്ക് സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഐ സെഡ് ഐ വുഡ് ട്രൈ ടു ഡു സോ. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. വൈൽ ഐ വാസ് സ്റ്റിൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ഞാൻ ആ ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഹിസ് വിസിറ്റ്സ് വെയർ സപ്ലിമെന്റഡ് ബൈ വിസിറ്റ്സ് ഫ്രം എ യങ് ഫെലോ ഹു ഹാഡ് ബീൻ എ ഹെവി ഡ്രിങ്കർ ഫോർ ഇയേഴ്സ്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഡോക്ടറുടെ വിസിറ്റിന് ശേഷം അല്ലെങ്കിൽ സന്ദർശനത്തിന് ശേഷം മറ്റൊരു യുവാവായിട്ടുള്ള ഒരു വർഷങ്ങളോളം ഹെവി ഡ്രിങ്കർ ആയിരുന്ന മറ്റൊരാൾ കൂടി എന്നെ സന്ദർശിച്ചു. ബട്ട് ഹാഡ് റൺ ഇൻ ടു ഡോക്ടർ ആൻഡ് ഹാഡ് ട്രൈഡ് ഹിസ് റെമഡി. അദ്ദേഹവും ഈ ഡോക്ടർ പറഞ്ഞ പരിഹാരം സ്വീകരിക്കാൻ തയ്യാറായ ആളാണ്. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത്, ദ എക്സ് ആൽക്കഹോളിക്സ് ഇൻ ദിസ് ടൗൺ, മുൻ കുടിയന്മാരായിട്ടുള്ള ഈ ടൗണിലുള്ള ആളുകൾ, who have now grown to considerable proportions, numbered only doctor and 2 other fellows. അതായത് ഈ സമയത്ത് ആ ടൗണിലെ മുൻകാല കുടിയന്മാരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡോക്ടറും പിന്നെ 2 മറ്റ് ആളുകൾ മാത്രമേ ഉള്ളൂ. ടു ഹെൽപ്പ് ദം സെൽവ്സ് ആൻഡ് കമ്പയർ നോട്ട്സ് they met once a week in a private house and talked things over. അവര് പരസ്പരം സഹായിച്ചിരുന്നു. ആൻഡ് കമ്പയർ നോട്ട്സ്, പരസ്പരം അവര് പല കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു. ആഴ്ചയിൽ ഒരിക്കല് അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭവനത്തിൽ കൂടി അവർ സംസാരിച്ചിരുന്നു. ആസ് സൂൺ ആസ് ഐ കെയിം ഫ്രം ദ ഹോസ്പിറ്റൽ ഐ വെന്റ് വിത്ത് ദം. ഞാനും ആശുപത്രിയിൽ ഇറങ്ങിയതിനു ശേഷം അവരോടൊപ്പം പോയി. ദ മീറ്റിംഗ് വാസ് വിത്തൗട്ട് ഫോർമാലിറ്റി. ഒരു വലിയ ഔപചാരികതയോടെ ഒന്നും ആയിരുന്നില്ല, ഔപചാരികത ഇല്ലാത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ടോക്കിംഗ് ലവ് ആസ് ദ ബേസിക് കമാൻഡ്. അതായത് സ്നേഹത്തെ കുറിച്ചാണ് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു പ്രമാണം. ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ ഫെയ്ത്ത്ഫുൾ അറ്റംപ്റ്റ് ടു പ്രാക്ടീസ് എ ലോ ഓഫ് ലവ്. ഇത് എൻ്റെ വിശ്വാസപൂർണമായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഈ പറയുന്ന സ്നേഹത്തിന്റെ നിയമം. ലെഡ് മീ ടു ക്ലിയർ മൈസെൽഫ് ഓഫ് സർട്ടൻ ഡിസോണസ്റ്റിസ്. ഇതെന്നെ എൻ്റെ സത്യസന്ധതയില്ലാത്ത ചില കാര്യങ്ങളിൽ നിന്ന് സേവ് ചെയ്യാനായിട്ട്, അല്ലെ അത് ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചു. ഐ വെന്റ് ബാക്ക് ടു മൈ ജോബ്. ഞാൻ എൻ്റെ ജോലിയിലേക്ക് തിരിച്ചുപോയി. ന്യൂ മെൻ കെയിം ആൻഡ് വി വെയർ ഗ്ലാഡ് ടു വിസിറ്റ് ദം. പുതിയ ആളുകൾ വരുമ്പോൾ ഞാൻ അവരെ സന്ദർശിക്കാൻ തുടങ്ങി. ഐ ഫൗണ്ട് ദാറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹെൽപ്ഡ് മീ ടു കീപ് സ്ട്രൈറ്റ്. പുതിയ ആളുകൾ വരുമ്പോൾ അവരെന്നെ
ഈ സുബോധാവസ്ഥയിൽ നേരെ നടക്കാൻ എന്നെ സഹായിച്ചു. ആൻഡ് ദ സൈറ്റ് ഓഫ് എവരി ന്യൂ ആൽക്കഹോളിക്, അങ്ങനെ എല്ലാ പുതിയ ആൽക്കഹോളിക്കിനെയും ഞാൻ കാണുമ്പോൾ ഇൻ ദ ഹോസ്പിറ്റൽ വെച്ച് വാസ് എ റിയൽ ഒബ്ജക്റ്റ് ലെസൺ ടു മീ. അത് തീർച്ചയായും എനിക്കൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി, നല്ലൊരു പാഠമായി മാറി. ഐ കുഡ് സീ ഇൻ ദം മൈസെൽഫ് ആസ് ഐ ഹാഡ് ബീൻ. അതായത് ഞാൻ അവരെ കണ്ടത് ഞാൻ പണ്ടൊരിക്കൽ ആ ആശുപത്രിയിൽ കിടന്ന എന്നെ പോലെ തന്നെയാണ്. സംതിങ് ഐ ഹാഡ് നെവർ ബീൻ ഏബിൾ ടു പിക്ചർ ബിഫോർ. അതായത് എനിക്ക് പലപ്പോഴും എന്നെ തന്നെ ആശുപത്രിയിൽ ഒരു ചിത്രീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവരെ കാണുമ്പോൾ ഞാൻ അവിടെ കിടക്കുന്നത് പോലെ, പണ്ട് കിടന്നിരുന്ന പോലെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. നൗ ഐ കം ടു ദ ഹാർഡ് പാർട്ട് ഓഫ് മൈ സ്റ്റോറി. ഇനി ഞാൻ എൻ്റെ കഥയുടെ ഏറ്റവും കഠിനമായ ഭാഗത്തേക്ക് വരികയാണ്. ഇറ്റ് വുഡ് ബി ഗ്രേറ്റ് ടു സേ, ഞാൻ ഇത് പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ വലിയ അഭിമാനമുണ്ട്. ഐ പ്രോഗ്രസ്ഡ് ടു എ പോയിന്റ് ഓഫ് സ്പ്ലെൻഡിഡ് ഫുൾഫിൽമെന്റ്. അതായത് ഞാൻ വളരെയധികം നിറവോട് കൂടിയാണ് ഇത്, ബട്ട് ഇറ്റ് വുഡ് ബി ട്രൂ. പക്ഷെ ഒരുപക്ഷെ ഇത് സത്യമായിരിക്കില്ല. മൈ ലേറ്റർ എക്സ്പീരിയൻസ്, പിന്നീടുള്ള എൻ്റെ അനുഭവങ്ങൾ, പോയിന്റ്സ് എ മോറൽ ഡിറൈവ്ഡ് ഫ്രം എ ഹാർഡ് ആൻഡ് ബിറ്റർ ലെസൺ. അതായത് പിന്നീടുള്ള എൻ്റെ പല ധാർമ്മികതകളും എനിക്ക് പല കട്ടിയായിട്ടുള്ളതും കയ്പ് നിറഞ്ഞുമായ പാഠങ്ങൾ നൽകി. ഐ വെന്റ് അലോങ് പീസ്ഫുള്ളി ഫോർ 2 years ആഫ്റ്റർ ഗോഡ് ഹാഡ് ഹെൽപ്ഡ് മീ ക്വിറ്റ് ഡ്രിങ്കിങ്. അങ്ങനെ ഞാൻ 2 വർഷക്കാലം ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ മദ്യപാനത്തിൽ നിന്ന് അകന്നു നിന്നു. ആൻഡ് ദെൻ സംതിങ് ഹാപ്പൻ. പിന്നീട് എനിക്ക് ചിലത് സംഭവിച്ചു. ഐ വാസ് എൻജോയിങ് ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് മൈ എക്സോ ആൽക്കഹോളിക് ഫെലോസ്. ഞാൻ എൻ്റെ മുൻകാല കുടിയന്മാരായിട്ടുള്ള കൂട്ടുകൾ വളരെയധികം സന്തോഷത്തോടെ കൊണ്ടു നടന്നു. ആൻഡ് ഗെറ്റിംഗ് അലോങ് ക്വിറ്റ് വെൽ ഇൻ മൈ വർക്ക് ആൻഡ് ഇൻ മൈ സ്മോൾ സോഷ്യൽ സർക്കിൾ. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്തുള്ള ചെറിയ ചെറിയ ഈ സാമൂഹിക കൂടിച്ചേരലുകളിൽ നിന്ന് ഞാൻ പതുക്കെ മാറി. ഐ ഹാഡ് ലാർജ്ലി വോൺ ബാക്ക് ദ റെസ്പെക്ട് ഓഫ് മൈ ഫോർമർ ഫ്രണ്ട്സ് ആൻഡ് ദ കോൺഫിഡൻസ് ഓഫ് മൈ എംപ്ലോയർ. ഞാൻ വീണ്ടും തിരിച്ച് എൻ്റെ പഴയകാല കൂട്ടുകാരുടെ ബഹുമാനവും എൻ്റെ തൊഴിലുടമയുടെ വിശ്വാസവും പിടിച്ചു പറ്റി. ഐ വാസ് ഫീലിംഗ് ഫൈൻ ടു ഫൈൻ. എനിക്ക് വളരെയധികം നന്നായി, കൂടുതൽ നന്നായി എന്ന് എനിക്ക് വൈകാരികമായി തോന്നി. ഗ്രാജുവലി, വളരെ പതുക്കെ, ഐ ബിഗാൻ ടു ടേക്ക് ദ പ്ലാൻ ഐ വാസ് ട്രൈങ് ടു ഫോളോ എപ്പാർട്ട്. ഞാൻ ചില പദ്ധതികൾ തയ്യാറാക്കി, അത് കുറച്ച് ട്രൈങ് ടു ഫോളോ പാർട്ട് അടർന്നു വീണു. ആഫ്റ്റർ ഓൾ, അതിനുശേഷം ഐ ആസ്ക്ഡ് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഡിഡ് ഐ റിയലി ഹാവ് ടു ഫോളോ എനി പ്ലാൻ ടു ഓൾ ടു സ്റ്റേ സോബർ? ഞാൻ എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ ഈ പ്ലാനിൽ, അതായത് സുബോധാവസ്ഥയിൽ നിൽക്കാൻ എന്തെങ്കിലും പ്ലാനുകൾ തുടർച്ചയായി ചെയ്തോ? ഹിയർ ഐ വാസ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഡ്രൈവ് ഫോർ 2 years ആൻഡ് ഗെറ്റിംഗ് എലോങ് ഓൾ റൈറ്റ്. 2 വർഷം കൂടി നിർത്തിയിരിക്കുന്നു, ഞാൻ എല്ലാം നന്നായി പെരുമാറുന്നു, നന്നായി എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. ഇറ്റ് വുഡൻറ്റ് ഹർട്ട് ഇഫ് ഐ ജസ്റ്റ് ക്യാരിഡ് ഓൺ ആൻഡ് മിസ്ഡ് എ മീറ്റിംഗ് ഓർ 2. ഞാൻ ചിന്തിച്ചു തുടങ്ങി, 1-2 മീറ്റിങ്ങുകൾ ഒഴിവാക്കുന്നത് എന്നെ അത്ര വലിയ ദ്രോഹമൊന്നും ചെയ്യില്ല. ഇഫ് നോട്ട് പ്രസന്റ് ഇൻ ദ ഫ്ലഷ് ഐ ഹാഡ് ബി ദർ ഇൻ സ്പിരിറ്റ്. ഞാൻ അവിടെ സാന്നിധ്യമില്ലെങ്കിൽ, എൻ്റെ സാന്നിധ്യം അവിടെ ഇല്ലെങ്കിലും എനിക്ക് ആ ആത്മീയ അനുഭവം എൻ്റെ കൂടെയുണ്ട്. ഐ സെഡ് ഇൻ എക്സ്ക്യൂസ്. ഞാൻ പല കാരണങ്ങൾ കാണാൻ തുടങ്ങി. ഫോർ ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബിറ്റ് ഗിൽറ്റി അബൌട്ട് സ്റ്റേയിങ് അവേ. ഞാൻ പലപ്പോഴും മീറ്റിങ്ങിൽ നിന്നും മാറി നിൽക്കുന്നതിൽ ചില കുറ്റബോധങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അകന്നു നിന്നു. ആൻഡ് ഐ ബിഗാൻ ടു നെഗ്ലക്ട് മൈ ഡെയിലി കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്. തുടർച്ചയായിട്ടുള്ള ദിവസേനയുള്ള ദൈവവുമായിട്ടുള്ള എൻ്റെ സമ്പർക്കം കുറഞ്ഞു വന്നു. നത്തിങ് ഹാപ്പൻഡ്. ഒന്നും സംഭവിച്ചില്ല. നോട്ട് ഇമ്മീഡിയറ്റ്ലി അറ്റ് എനി റേറ്റ്. ഉടനെ തന്നെ ഒന്നും സംഭവിച്ചില്ല. വലിയ ആഘാതമൊന്നും എനിക്ക് കിട്ടിയില്ല. ദെൻ കെയിം ദ തോട്ട് ദാറ്റ് ഐ കുഡ് സ്റ്റാൻഡ് ഓൺ മൈ ഓൺ ഫീറ്റ് നൗ. ഇപ്പോൾ എനിക്ക് ഒരു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിൽക്കും. വെൻ ദാറ്റ് തോട്ട് കെയിം ടു മൈൻഡ്, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ, ദാറ്റ് ഗോഡ് മൈറ്റ് ഹാവ് ബീൻ ഓൾ വെരി വെൽ ഫോർ ദ ഏർലി ഡേയ്സ്. ദൈവത്തിന് എൻ്റെ മുൻകാലങ്ങൾ കൃത്യമായി അറിയാം. ഓർ മന്ത് ഓഫ് മൈ സോബറിറ്റി, അതുപോലെ തന്നെ എൻ്റെ സുബോധാവസ്ഥയിലെ മാസങ്ങളും അറിയാം. ബട്ട് ഐ ഡിഡ്ന്റ് നീഡ് ഹിം നൗ. എനിക്ക് പക്ഷേ ദൈവത്തിനെ ആവശ്യമില്ല. ഐ വാസ് എ ഗോൺ കൂൺ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് പോകാൻ തയ്യാറായി. ഐ ഗോട്ട് ക്ലിയർ അവേ ഫ്രം ദ ലൈഫ്. ഐ ഹാഡ് ബീൻ അറ്റംപ്റ്റിംഗ്
ടു ലീഡ്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ എൻ്റെതായ രീതിയിൽ നയിക്കാൻ തുടങ്ങി. ഐ വാസ് ഇൻ എ റിയൽ ഡേഞ്ചർ. ഞാൻ ശരിക്കും അപകടം പിടിച്ച ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റെപ്പ് ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് തിങ്കിങ് ടു ദ ഐഡിയ. അതായത് ഇത് ഇത്തരം ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നത് ദാറ്റ് മൈ 2 years ട്രെയിനിങ് ഇൻ ടോട്ടൽ ആബ്സിനൻസ്, അതായത് 2 വർഷത്തെ മദ്യത്തിൽ നിന്നുള്ള പൂർണ്ണമായ വിട്ടു നിൽക്കുന്നതിന് ശേഷമാണ്. വാസ് ജസ്റ്റ് വാട്ട് ഐ നീഡ് ടു ബി ഏബിൾ ടു ഹാൻഡിൽ എ ഗ്ലാസ് ഓഫ് ബിയർ. അപ്പോ ഒരു ഗ്ലാസ് ബിയർ കഴിച്ചാൽ കുഴപ്പമില്ല എന്നതിലേക്കാണ് ആ ചിന്തകൾ എന്നെ നയിച്ചത്. ഐ ബിഗാൻ ടു ടേസ്റ്റ്. ഞാൻ രുചി നോക്കാൻ തുടങ്ങി. ഐ ബിക്കെയിം ഫാറ്റലിസ്റ്റിക് അബൌട്ട് തിങ്സ് ആൻഡ് സൂൺ വാസ് ഡ്രിങ്കിങ് ഡെലിബറേറ്റ്ലി നോയിങ് ഐ ഹാഡ് ഗെറ്റ് ഡ്രങ്ക്, സ്റ്റേ ഡ്രങ്ക് ആൻഡ് വാട്ട് വുഡ് ഇൻവൈറ്റബിളി ഹാപ്പൻ. അപ്പോൾ ഞാൻ വളരെയധികം കഠിനമായി കുടിച്ചു. ഞാൻ തുടർച്ചയായി കുടിച്ചു. എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കരമായിട്ട് കുടിക്കുന്നുണ്ട്. ചില സമയത്ത് എനിക്ക് കുടി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു. മൈ ഫ്രണ്ട്സ് കെയിം ടു മൈ എയ്ഡ്. എൻ്റെ കൂട്ടുകാർ എൻ്റെ സഹായത്തിനായി എത്തി. ദേ ട്രൈഡ് ടു ഹെൽപ്പ് മീ. അവരെന്നെ സഹായിക്കാനായി ശ്രമിച്ചു. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഹെൽപ്പ്. എനിക്ക് സഹായം ആവശ്യമില്ല. ഐ വാസ് അഷെയിംഡ്. എനിക്ക് നാണക്കേടുണ്ടായി. ആൻഡ് പ്രിഫേർഡ് നോട്ട് ടു സീ ദം കം അറൗണ്ട്. ഞാൻ എൻ്റെ അത്തരം കുടി നിർത്തിയിരിക്കുന്ന കൂട്ടുകാരെ കാണാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചുറ്റും കാണാൻ ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ദേ ന്യൂ ദാറ്റ് ആസ് ലോങ് ആസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ക്വിറ്റ്, ആസ് ലോങ് ആസ് ഐ പ്രിഫേർഡ് മൈ ഓൺ വിൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ്സ് വിൽ, ദ റെമഡി സിംപ്ലി കുഡ് നോട്ട് ബി അപ്ലൈഡ്. അവർക്ക് ഒരു കാര്യം മനസ്സിലാകും, എനിക്ക് കുടി നിർത്താൻ താല്പര്യമില്ല. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് പകരമായി ഞാൻ എൻ്റെ ഇച്ഛയിലൂടെയാണ് നടക്കുന്നത്, അല്ലെ എൻ്റെ ആഗ്രഹത്തിലൂടെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പരിഹാരം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കില്ല. ഇറ്റ് ഈസ് എ സ്ട്രൈക്കിംഗ് തോട്ട്. അത് ദാറ്റ് ഗോഡ് നെവർ ഫോഴ്സസ് എനിവൺ ടു ഡു ഹിസ് വിൽ. അതായത് ഇവിടെ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം ആരെയും അവന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് പ്രേരിപ്പിക്കില്ല. ദാറ്റ് ഹിസ് ഹെൽപ്പ് ഈസ് എവർ അവൈലബിൾ. അവന്റെ സഹായം എപ്പോഴും അവൈലബിൾ ആണ്. ബട്ട് ഹാസ് ടു ബി സോട്ട് ഇൻ ഓൾ ഏണസ്റ്റ്നെസ് ആൻഡ് ഹ്യൂമിലിറ്റി. വളരെ എളിമയോടെയും പ്രവൃത്തികളിലൂടെയും അത് നമ്മൾ കണ്ടെത്തണം. ദിസ് കണ്ടീഷൻ ലാസ്റ്റഡ് 4 months. അങ്ങനെയുള്ള ഈ കുടിയുടെ ഒരു അവസ്ഥ ഒരുപാട് മാസങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഡ്യൂറിങ് വിച്ച് ടൈം ഐ ഹാഡ് വോളണ്ടറിലി എൻറ്റേർഡ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു ഗെറ്റ് സ്ട്രൈറ്റൻഡ് ഔട്ട്. അങ്ങനെ ഞാൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ എൻ്റെ കുടിയുടെ പ്രശ്നം മൂലം നേരെയാക്കാൻ വേണ്ടി പ്രവേശിച്ചു. ഓൺ ദ ലാസ്റ്റ് ഒക്കേഷൻ വെൻ ഐ കെയിം ഔട്ട് ഓഫ് ദ ഫോഗ്, ഐ ആസ്ക്ഡ് ഗോഡ് ടു ഹെൽപ്പ് മീ അഗെയിൻ. അതായത് കഴിഞ്ഞ കുടിക്കാലഘട്ടത്തിൽ ഈ പറയുന്ന കാർമേഘ പടലങ്ങൾക്കിടയിൽ നിന്ന് ഇറങ്ങി വരാൻ ദൈവത്തിന്റെ സഹായം ഞാൻ ആവശ്യപ്പെട്ടു. ഷെയിം ഫേസ്ഡ് ആസ് ഐ വാസ്. അങ്ങനെ നാണക്കേടുള്ളൊരു മുഖത്തോടുകൂടി ഐ വെന്റ് ബാക്ക് ടു ദ ഫെലോഷിപ്പ്. ഞാൻ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് കടന്നുപോയി. ദേ മേഡ് മീ വെൽക്കം. അവരെന്നെ സ്വാഗതം ചെയ്തു. ഓഫേർഡ് മീ കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി ഓൾ ദ ഹെൽപ്പ് ഐ മൈറ്റ് നീഡ്. ഗ്രൂപ്പായിട്ടുള്ള ആ ഒരു മൊത്തത്തിലുള്ള സഹായവും ഇനി ഏതെങ്കിലും തരത്തിൽ സ്വകാര്യമായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ സഹായിക്കണം, അങ്ങനെയും, അതായത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവ്ലി എനിക്ക് സഹായം അവര് വാഗ്ദാനം ചെയ്തു. ദേ ട്രീറ്റഡ് മീ ആസ് തോട്ട് നത്തിങ് ഹാഡ് ഹാപ്പൻ. അവരെന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ പരിഗണിച്ചു. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടെല്ലിംഗ് ട്രൈബ്യൂട്ട് ടു ദ എഫിക്കസി ഓഫ് ദിസ് റെമഡി ദാറ്റ് ഡ്യൂറിങ് മൈ പീരീഡ് ഓഫ് റിലാപ്സസ്. അപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന ഈ പരിഹാരം എൻ്റെ ജീവിതത്തില് ഞാൻ ഒരു ട്രിബ്യൂട്ട് പോലെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഡ്യൂറിങ് മൈ പീരീഡ് ഓഫ് റിലാപ്സ് ഐ സ്റ്റിൽ ന്യൂ ദിസ് റെമഡി വുഡ് വർക്ക് വിത്ത് മീ ഇഫ് ഐ വിട്ട് ലെറ്റ് ഇറ്റ്. അതായത് ഈ പരിഹാരം എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യുകയില്ല, ഞാനത് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ. ബട്ട് ഐ വാസ് ടു സ്റ്റബോൺ ടു അഡ്മിറ്റ് ഇറ്റ്. പക്ഷെ ഞാൻ വളരെ കഠിന ഹൃദയമുള്ള അല്ലെങ്കിൽ കഠിനമായ ഒരുത്തനായിരുന്നു ആ കാര്യം അംഗീകരിക്കുന്നതിൽ. ദാറ്റ് വാസ് എ ഇയർ അഗോ. ഒരു വർഷം മുമ്പാണ്. ഡിപ്പെൻഡ് അപ്പോൺ ഇറ്റ് ഐ സ്റ്റേ മൈറ്റ്ലി ക്ലോസ് ടു വാട്ട് വാസ് പ്രൂവൺ ടു ബി ഗുഡ് ഫോർ മീ. അപ്പോ ഇപ്പോൾ ഞാൻ എനിക്ക് നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നു. ഐ ഡോണ്ട് ഡയർ റിസ്ക് ഗെറ്റിംഗ് വെരി ഫാർ അവേ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും റിസ്ക് എടുക്കാനായിട്ട് ഇപ്പോൾ തയ്യാറല്ല. ആൻഡ് ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ഇൻ സിമ്പിൾ ഫെയ്ത്ത്, ഒരു ലളിതമായ വിശ്വാസത്തിലൂടെ ഐ ഗെറ്റ് റിസൾട്ട് ബൈ
പ്ലേസിങ് മൈ ലൈഫ് ഇൻ ഗോഡ്സ് ഹാൻഡ്സ് എവറി ഡേ. അങ്ങനെ ചെറിയൊരു വിശ്വാസത്തിലൂടെ എൻ്റെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്നു. ബൈ ആസ്കിംഗ് ഹിം ടു കീപ് മീ എ സോബർമാൻ ഫോർ 24 hours. 24 മണിക്കൂറത്തേക്ക് എന്നെ ഒരു സുബോധാവസ്ഥയിലുള്ള ആളെ ആക്കി മാറ്റണമേ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുന്നു. ആൻഡ് ട്രൈ ടു ഡു ഹിസ് വിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഇച്ഛകൾ നിറവേറ്റാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഹി ഹാസ് നെവർ ലെറ്റ് മീ ഡൗൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരിക്കലും എന്നെ താഴത്ത് ഇട്ടില്ല. അത് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിപ്പിക്കുക. അടുത്തത് ഹോം ബ്രൂമിസ്റ്റർ എന്നാണ്. അതായത് മദ്യം സ്വന്തമായിട്ട് വാറ്റി ഉണ്ടാക്കുന്ന ഒരാളെ പറ്റിയാണ് അതിന്റെ കഥ പറയാ. അദ്ദേഹത്തിന് നമുക്കറിയാം ക്ലാരൻസ് ആണ്. അതായത് ഒഹായോ കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് ഉണ്ടായിരുന്നത് ക്ലെവ്ലാൻഡിലാണ് ഇദ്ദേഹത്തിന്റെ. ക്ലാരൻസ് എസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ക്ലേവ്ലാൻഡ് ഒഹായോ കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് ഉണ്ടായത് ക്ലേവ്ലാൻഡിലാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്ക് ഇറങ്ങിയതിന് ശേഷം സ്വന്തമായി ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലേവ്ലാൻഡാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് പേരിട്ട ഒരു ഗ്രൂപ്പ് അതാണ്. അതിനു മുമ്പ് 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ന്യൂയോർക്കിലും പിന്നീട് ഒഹായോയിലും. ഒരു സെക്കൻഡ് അതിനോട്. അപ്പം അതായത് ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ 3 ആയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന്റെ ഈ ഗ്രൂപ്പ് വരുന്നത് ഗ്രൂപ്പ് നമ്പർ 3 ആണ് ക്ലേവ്ലാൻഡ് ഗ്രൂപ്പ്. ഇദ്ദേഹത്തിന്റെ ഈ മദ്യപാനത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് മദ്യനിരോധന കാലം, അമേരിക്കയിലെ മദ്യനിരോധന കാലഘട്ടത്തിലാണ്. ഫെബ്രുവരി 11, 1938 ക്ലാരൻസ് അവസാനമായി കുടിച്ചത്. അദ്ദേഹത്തിന് 1968 അദ്ദേഹത്തിന്റെ കഥ ഗ്രേപ്പ് വൈനില്, നമ്മുടെ ഗ്രേപ്പ് വൈനില് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ക്ലാരൻസ് വാസ് ബോൺ ഓൺ December 26, 1902. 1902 ക്ലാരൻസ് ജനിക്കുന്നത്. 3 സഹോദരന്മാരാണ് ക്ലാരൻസ് ഉണ്ടായിരുന്നതില്. അതിൽ ഏറ്റവും ഇളയവനാണ് ക്ലാരൻസ്. 14-ാമത്തെ വയസ്സിൽ ഹൈസ്കൂളിൽ നിന്ന് പുറത്തായി. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ മരണശേഷം പിന്നീട് അദ്ദേഹം പല ജോലികൾക്കായി പോയി. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ അദ്ദേഹം ഒരുപാട് കോഴ്സുകൾ എടുത്തു. എക്കണോമിക്സ്, ബിസിനസ്, ക്രെഡിറ്റ്സ് ആൻഡ് കളക്ഷൻസ് എന്നൊക്കെ ഉള്ള ഒരുപാട് കോഴ്സുകൾ രാത്രി കോളേജുകളിൽ, നൈറ്റ് കോളേജുകളിൽ പോയി എടുത്തു. അത് അങ്ങനെ ആ കോഴ്സ് എടുത്തതുകൊണ്ട് നാഷണൽ ബാങ്ക്, സിറ്റി നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കില് ക്ലേവ്ലാൻഡിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അവിടെ നിന്ന് അദ്ദേഹത്തിന് ആൽക്കഹോളിസം മൂലം 32-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അത് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്, അതിനു മുമ്പും പല ജോലികളിൽ നിന്നും അദ്ദേഹം ഈ പറയുന്ന മദ്യപാനം മൂലം പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നല്ലൊരു പൊസിഷനായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നല്ലൊരു വരുമാനം ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. 10 വർഷം വരെ അങ്ങനെ നല്ല ഇൻകത്തിൽ നിന്നതിന് ശേഷം അദ്ദേഹം ഭയങ്കര പണമെല്ലാം നഷ്ടപ്പെട്ട് ബാങ്ക്രപ്റ്റ്, അല്ലെങ്കിൽ പണമൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് ധാരാളം കടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറയത്തക്ക ഒരു വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല, പണം ഉണ്ടായിരുന്നില്ല, നല്ല കൂട്ടുകാരുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് സഹിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വൈഫിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മറ്റ് ആർക്കും അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മകന് പോലും, പ്രത്യേകിച്ച് ബാറിലെ ആളുകൾ പോലും അദ്ദേഹത്തിന് സഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് അൺഎംപ്ലോയബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരുപാട് അവസ്ഥയുണ്ടായി. 1965 ടോക്ക് 1965 നൽകിയ ഒരു ടോക്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ജോലി കിട്ടിയില്ലായിരുന്നു എന്നാണ്. പ്രത്യേകിച്ച് ഡൊറോത്തി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വൈഫ്
ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതായത് ജോലിയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കുന്ന ഒരു എംപ്ലോയ്മെന്റ് ഏജൻസിയിലാണ് ഡൊറോത്തി, അതായത് വൈഫ് വർക്ക് ചെയ്തിരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ജോലി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കാരണം ആരും അദ്ദേഹത്തിന് ജോലിക്ക് എടുക്കുമായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മുടെ ഡോക്ടർ ബോബിനെ പറ്റി, അക്രോണിലുള്ള ഡോക്ടറെ പറ്റി, അതായത് ഈ നമ്മുടെ ആൽക്കഹോളിസത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെ പറ്റി ഡൊറോത്തി കേൾക്കുന്നു. അങ്ങനെ ഡോക്ടർ ബോബിനെ കണ്ടുമുട്ടണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോകും എന്ന് ക്ലാരൻസ് എസിനോട് ഡൊറോത്തി പറയുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്മതിക്കുകയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുകയും ചെയ്യുകയാണ്. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആദ്യം ഒരു 3 ദിവസത്തെ കുടിക്ക് ശേഷമാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഡോക്ടർ ബോബ് അദ്ദേഹത്തിനോട് നമ്മുടെ ഈ സിമ്പിൾ പ്ലാനിനെ പറ്റി പറയുകയും ലളിതമായ നമ്മുടെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയുകയും, അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെയധികം ആളുകളെ ആൽക്കഹോളിസം അനോണിമസിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു 12 സ്റ്റെപ്പറാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഡ്രാഗിങ് പ്രോസ്പെക്ടസ് ഫോർ എ ഓഫ് ബാർ സ്റ്റൂൾസ്, അതായത് ബാറിൽ പോയി അവിടെ നിന്ന് പോലും ബാർ സ്റ്റൂളുകളിൽ നിന്ന് എണീപ്പിച്ച് ആളുകളെ എയിൽ കൊണ്ടുവന്നിട്ടെന്നാണ്. അപ്പൊ ക്ലാരൻസ് ആണ് ശരിക്കും പറഞ്ഞ എ ഗ്രൂപ്പിന്റെ ക്ലേവ്ലാൻഡിൽ 1939 ആദ്യത്തെ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, അന്നത്തെ കാലത്ത് റോമൻ കാത്തലിക് പ്രീസ്റ്റുകള് ഈ നമുക്ക് ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന് സോറി കേട്ടോ പിള്ളേരെ എന്റെ. അപ്പൊ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ക്ലേവ്ലാൻഡിലെ ആദ്യത്തെ ഗ്രൂപ്പ് തുടങ്ങി. റോമൻ കാത്തലിക് പ്രീസ്റ്റുകൾക്ക് നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ചെറിയ എതിർപ്പുണ്ടായിരുന്നു. കാരണം പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് പ്രൊട്ടസ്റ്റന്റ് പെട്ട ആളുകളുടെ ഗ്രൂപ്പാണെന്നാണ് ഒരു ഇത്. പക്ഷെ എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകൾ അവിടെ പോകുമായിരുന്നു. പക്ഷെ റോമൻ കാത്തലിക്കിലെ ബിഷപ്പുമാർ പോലും അതിൽ പോകുന്നതിന് അന്നത്തെ കാലത്ത് എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഈ ബിഷപ്പുമാരെയൊക്കെ കാണിക്കേണ്ട ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ സൃഷ്ടിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് ക്ലാരൻസ്. അപ്പോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് നെയിം രൂപീകരിച്ചത് അല്ലെങ്കിൽ ഇട്ടത് ഈ ഗ്രൂപ്പിനാണ്. പ്രത്യേകിച്ച് നമ്മുടെ നെൽവിങ് എന്ന് പറയുന്ന നമ്മുടെ ബിൽഡബ്ല്യുവിന്റെ വളരെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ആൾ പറയുന്നത്, 1938 മുതൽ പാംലെറ്റുകളിലും മറ്റും എ എന്നൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ക്ലാരൻസ് പറയുന്നത് എ കണ്ടുപിടിച്ചത് ക്ലാരൻസ് ആണെന്നാണ് എന്നൊക്കെ പറയാം. അപ്പൊ അത് ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പേരിട്ടത് അദ്ദേഹമാണ്. അതിനു മുമ്പ് ബിൽഡബ്ല്യുവും ഹാങ്കും ഒക്കെ ബുക്ക് എഴുതുന്നതിന് മുമ്പേ എ എന്ന് ഉപയോഗിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫ്, ക്ലാരൻസിന്റെ വൈഫ് ഡൊറോത്തിയും ഒരുപാട് എക്ക് വേണ്ടി ക്ലെവ്ലാൻഡിൽ സഹായം നൽകിയിട്ടുണ്ട്. അതിനുശേഷം 1942 അവര് തമ്മില് വിവാഹമോചനം നടത്തി. ഡൊറോത്തിയും അദ്ദേഹത്തിന്റെ മകനും കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്തു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം, അതായത് ഒരു അബ്രസീവ് പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിനെ ആളുകൾ ഒരുപക്ഷെ സ്നേഹിക്കും അല്ലെങ്കിൽ വെറുക്കും, അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഈ നെൽവിങ് പറയുന്നത് ഈ എയുടെ കോ ഫൗണ്ടറായിട്ട് തന്നെ പരിഗണിക്കണമെന്ന് പലപ്പോഴും ഇദ്ദേഹം പറഞ്ഞിരുന്നു. ക്ലാരൻസ് ഈ പറയുന്ന ക്ലൈവ്ലാൻഡിൽ നിന്ന് മിലിറ്ററി സർവീസിനായി പോയിട്ടുണ്ട്. ഒരു മിനിറ്റ്.
അപ്പോ ബിൽ ഡബ്ല്യുവിനെതിരെ പ്രത്യേകിച്ച് ബിഗ് ബുക്ക് ഇറങ്ങിയതിന് ശേഷം ധാരാളം അനാവശ്യമായ ചർച്ചകൾ, അതായത് അദ്ദേഹം പാരമ്പര്യം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ബിൽ ഡബ്ല്യു പാരമ്പര്യം കൊണ്ടുവന്നപ്പോൾ അത് പ്രത്യേകിച്ച് പൂർണ്ണമായ പേര് പബ്ലിക്കിൽ പൊതുസമൂഹത്തിൽ വെക്കരുതെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കോൺഫറൻസിന്റെ ചെറിയൊരു ഇതിൽ അതിനെ എതിർത്ത് സംസാരിക്കുക, ജനറൽ സർവീസ് ഓഫീസ് സംസാരിച്ചതായിട്ട് ഈ ഒരു കോൺഫറൻസിൽ സംസാരിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. പാരമ്പര്യത്തിനെതിരായിട്ട്, അതായത് വ്യക്തികൾ തങ്ങളുടെ പേരോ ഇതൊക്കെ വെച്ചിട്ട് പത്രങ്ങളിലോ ടി വികളിലോ പ്രത്യക്ഷപ്പെടുന്ന പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ചില യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അതിനകത്ത് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഞാൻ ഈ ട്രഡീഷനെതിരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ പിൽക്കാലത്ത് നമുക്കറിയാം, അതിനകത്ത് നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ് നമ്മൾ ട്രഡീഷനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അദ്ദേഹം പിന്നീട് രണ്ടാമത് വിവാഹം കഴിക്കുന്ന സൽമ എന്ന് പറയുന്ന അതാണ്. അദ്ദേഹം അവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവള് തന്നെയായിരുന്നു ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുടെ മകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സിനെ ക്ലാരൻസ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ച് സോബറാക്കിയിട്ടുണ്ട്. പിന്നീട് ക്ലാരൻസും സൽമയും കൂടി സെന്റ് പീറ്റേഴ്സ്ബർഗ് ഫ്ലോറിഡയിലേക്ക് മാറുകയും പിന്നീട് അവർ ഡൈവേഴ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തേർഡ് വൈഫിന്റെ പേര് ഗ്രേസ് എന്നാണ്. അവളും ഒരു AA മെമ്പറാണ്. അത് പിന്നീട് അവര് ഇപ്പൊ ഈ പറഞ്ഞ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ചിലൊക്കെ പോവുകയും അവര് തമ്മിൽ രണ്ടുപേരും കൂടി AA വർക്കുകൾ ഒന്നിച്ചു തഴുകുകയും ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ധ്യാനങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ബിൽ ഡബ്ല്യുവിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും പബ്ലിക്കില് പൊതുസമൂഹത്തില് അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഹോണേഡ് അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തമായി ഒരു ബഹുമാന പുരസ്കാരം കിട്ടുന്ന അവാർഡുകൾ പബ്ലിക് സർവീസ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. AA പ്രവർത്തനങ്ങൾക്ക് പോലും അദ്ദേഹം അവാർഡ് മേടിച്ചിട്ടുണ്ടെന്നാണ് പറയാം. അദ്ദേഹത്തിന് അത് സ്വീകരിക്കാനായിട്ട് ഒരു മടി ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ തന്നെയും വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരു AA മെമ്പർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രവർത്തനം മൂലമാണ് ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരുപാട് പേർക്ക് AAയിലേക്കുള്ള വഴിയൊരുക്കിയത്. അദ്ദേഹം 1984 മാർച്ച് 22-നാണ് മരിച്ചത്. കാമറോൺ സെമിറ്റേരിയില്, കാമറോൺ നോർത്ത് കരോളിനയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്തിയത്. അപ്പോ ഇത്തരം ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ നൽകിയിട്ടുള്ള ക്ലാരൻസ് എസിന്റെ സ്റ്റോറിയാണ് ഹോം ബ്രൂ മാസ്റ്റർ. എന്ന് വെച്ചാല് സ്വന്തം വീട്ടില് മദ്യം ഉണ്ടാക്കി വാറ്റി വെക്കുന്ന. കാരണം ഈ പ്രൊബേഷൻ അമേരിക്കയിലെ മദ്യനിരോധന കാലഘട്ടത്തില് സ്വന്തമായി വീടുകളിൽ മദ്യം ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരാളാണ്. Strangely enough, or by some quirk, I became acquainted with the hilarious life just at the time in life, and I was beginning to really settle down to a common sense sane domestic life. അപ്പോ വളരെ യാദൃശ്ചികമായി ഞാൻ ഒരു ഹിലാരിയസ് ലൈഫാണ്, ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത്. My wife became pregnant and the doctor recommended the use of പോർട്ടർ അല്ലെ. എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾ ഈ പറയുന്ന പോർട്ടർ അല്ലെ എന്ന് പറയുന്ന ചെറിയ മദ്യം കുടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. സോ അതുകൊണ്ട് I bought a 6 gallon crock and a few bottles. അങ്ങനെ ഇതുണ്ടാക്കാനുള്ള, കാരണം മദ്യ നിരോധനമാണ്, മദ്യം അവൈലബിൾ അല്ല, അതുകൊണ്ട് സ്വന്തം വീട്ടിൽ തന്നെ മദ്യം ഉണ്ടാക്കാനായിട്ട് ഞാൻ 6 ഗാലന്റെ ഒരു വലിയ പാത്രം മേടിച്ചു, കുറച്ച് കുപ്പികൾ വാങ്ങി. ലിസൺ ടു അഡ്വൈസ് ഫ്രം അമേച്ചർ ബ്രൂ മാസ്റ്റർ. അതായത് ഇത്തരം പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ട് മദ്യം മാറ്റിയുണ്ടാക്കുന്ന ആളുകളുടെ ചില ഉപദേശങ്ങൾ സ്വീകരിച്ചു. ആൻഡ് വാസ് ഓഫ് ഓൺ മൈ ബിയർ മാനുഫാക്ചറിങ് കരിയർ ഓൺ എ സ്മോൾ സ്കെയിൽ ഫോർ ദ ടൈം ബീങ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് ബിയർ ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിൽ തന്നെ ചെറിയ തോതിൽ. somehow or other, ഒരു പക്ഷേ somehow or other I must have misunderstood the doctor's instructions. ഞാൻ ഡോക്ടറുടെ ഈ പറയുന്ന നിർദ്ദേശങ്ങളെ ശരിയായി മനസ്സിലാക്കിയില്ല. For I not only made the beer for my wife, I also drank it for her. അതായത് ഭാര്യയ്ക്ക് വേണ്ടി ബിയർ ഉണ്ടാക്കുക മാത്രമല്ല ഞാൻ ചെയ്തത്, ഞാൻ സ്വയം ബിയർ ഉണ്ടാക്കി കഴിക്കാനും തുടങ്ങി. ആസ് ടൈം വെന്റ് ഓൺ, അങ്ങനെ സമയം പോയപ്പോൾ ഐ ഫൗണ്ട് ദാറ്റ്, ഞാൻ ഇങ്ങനെ കണ്ടു, ഇറ്റ് വാസ് കസ്റ്റമറി ടു ഓപ്പൺ എ ഫ്യൂ ബോട്ടിൽസ് വെൻ അവർ വിസിറ്റേഴ്സ് ഓപ്പൺ ഇറ്റ്. ഞാൻ
കുറച്ച് കുപ്പികളിലായി മദ്യം ശേഖരിച്ച് വീട്ടിൽ വെക്കുന്നത് നമ്മുടെ വിസിറ്റേഴ്സ് വരുമ്പോൾ നല്ലതാണെന്ന് ഞാൻ ചിന്തിച്ചു. ദാറ്റ് ബീയിങ് ദ കേസ്, it didn't take me long to figure out that my meager manufacturing facilities were entirely inadequate to the manufacture of beer for social and domestic consumption. അതായത് സാമൂഹികവും വീട്ടിലെ ആവശ്യത്തിനായി എൻ്റെ ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നത് കൂടി വരികയും ഞാൻ എൻ്റെ ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്ന ഈ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഫ്രം ദാറ്റ് പോയിന്റ് ഓൺ, അവിടെ മുതൽ ഐ സെക്കോർഡ് ക്രോക്സ് ഓഫ് 10 gallon കപ്പാസിറ്റി. അപ്പോൾ ഞാൻ ആദ്യം 6 gallonന്റെ ആണ് മേടിച്ചത്, ഇപ്പോൾ 10 gallonന്റെ പാത്രം വാങ്ങി. ആൻഡ് റിയലി ടുക്ക് ക്വിറ്റ് ആൻ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഹോം ബ്രൂ. അങ്ങനെ ഞാൻ ഈ പറയുന്ന മദ്യം ഉണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യം കാണിച്ച് കൊണ്ടിരുന്നു. വി വെയർ ഹാവിങ് കാർഡ് പാർട്ടീസ്. അങ്ങനെ ഞാൻ കാർഡ് പാർട്ടികൾ എന്ന് വെച്ചാൽ ചീട്ട് കളിക്കുന്ന പാർട്ടികൾ ഉണ്ടാകുമായിരുന്നു. വിത്ത് ലിംബർഗർ ആൻഡ് ബിയർ ക്വിറ്റ് റെഗുലർലി. അങ്ങനെ ബർഗറും ഈ പറയുന്ന കാർഡ് പാർട്ടികളും ഒപ്പം ബിയറും വെച്ചുകൊണ്ടുള്ള ഇത് സ്ഥിരം പരിപാടിയായി എൻ്റെ വീട്ടിൽ. ഈവൻച്വലി, വളരെ പതുക്കെ, ഓഫ് കോഴ്സ്, തീർച്ചയായും. വാട്ട് വിത്ത് ഓൾ ദ ഹിലാരിറ്റി ദാറ്റ് കുഡ് ബി പ്രൊവോക്ഡ് വിത്ത് എ ഫ്യൂ ഗാലൻസ് ഓഫ് ബിയർ. അപ്പൊ എന്നിലുള്ള ഈ കുറച്ച് ഈ ഗാലൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന ഒരളവാണ്, അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ടേമാണ്. ഇത്രയും ലിറ്റർ മദ്യം ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ദർ സീം ടു ബി നോ നീഡ് ഓഫ് ബ്രിഡ്ജ് ഓർ പ്രോക്കർ പ്ലേ ഫോർ എന്റർടൈൻമെന്റ്. അവിടെ വെച്ച് ഈ പറയുന്ന ചീട്ടുകളിയിലൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. അതൊരു എന്റർടൈൻമെന്റ് ആയി മാറിയില്ല. അതുപോലെ തന്നെ വി ഓൾ ന്യൂ ഹൗ ദോസ് തിങ്സ് ടു. നമുക്ക് എല്ലാവർക്കും അറിയാം, കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്. ദ പാർട്ടീസ് വാക്സ്ഡ് മോർ ലിക്വിഡ്. അതുകൊണ്ട് തന്നെ പാർട്ടികളിൽ കൂടുതൽ മദ്യം ഒഴുകാൻ തുടങ്ങി. ആൻഡ് ഹിലാരിയസ് അറ്റൈൻമെന്റ്, അതായത് സന്തോഷപ്രദമായ സമയങ്ങൾ മാറിപ്പോയി. ആൻഡ് ഇവൻച്വലി, വളരെ പതുക്കെ ഡിസ്കവേർഡ്, ഞാൻ കണ്ടുപിടിച്ചത് ദാറ്റ് എ ലിറ്റിൽ ഷോർട്ട് ഓഫ് ലിക്വർ now and then between beers and the tendency to put me in a wacky mood much quicker than having to down several quarts of beer to obtain the same result. വളരെ പതുക്കെ ഞാനൊരു കാര്യം കണ്ടുപിടിച്ചു. മദ്യം ചെറിയൊരു ഷോട്ട് എടുത്തുക, അതായത് ബിയർ കുടിക്കുന്നതിനിടയില് ബിയർ കുടിക്കുന്ന ഇടവേളകളില് മദ്യവും കൂടി ലിക്വറും കൂടി കുടിക്കുക. അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനത്തെ ടെൻഡൻസി ടു പുട്ട് മീ എന്നെ വാക്കി മൂഡ്, എന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള മനോഭാവത്തിലേക്ക് എത്തിച്ചേർന്നു. മച്ച് ക്വിക്കർ ദാൻ ഹാവിങ് ടു ഡൗൺ സെവറൽ കോട്ട്സ് ഓഫ് ബിയർ ടു ഒബ്റ്റെയിൻ ദ സെയിം റിസൾട്ട്സ്. അതായത് മദ്യം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബിയർ കുടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ആ ഒരു ഇതിനേക്കാളും ഇടയ്ക്ക് ഈ പറയുന്ന ലിക്വറും കൂടി ബിയറിന് പകരം ലിക്വറും കൂടി കുടിച്ചപ്പോൾ, ബിയറിന്റെ ഇടയിൽ ഈ ലിക്വറുകൾ കുടിച്ചപ്പോൾ കൂടുതൽ ഒരു മൂഡ് ഉണ്ടാക്കി. ദ ഇൻവൈറ്റബിൾ റിസൾട്ട് ഓഫ് ദോസ് ഡിസ്കവറി, അങ്ങനെ ഞാൻ അവിചാരിതമായിട്ടുള്ള കണ്ടുപിടുത്തം വാസ് ദാറ്റ് ഐ സൂൺ ലേൺഡ് ദാറ്റ് ബിയർ മെയ്ഡ് എ വെരി ഗുഡ് വാഷ് ഫോർ വിസ്കി. അങ്ങനെ ബിയർ ഈ വിസ്കി ഉണ്ടാക്കുന്ന ഒരു വാഷാക്കി നമുക്ക് മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ദാറ്റ് ഡിസ്കവറി, അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചു. സോ ഇൻട്രിഗ്യൂഡ് മീ ദാറ്റ് ഐ സ്റ്റേഡ് ഓൺ ദ ഡയറ്റ് ഓൾമോസ്റ്റ് എൻറ്റയർലി ഫോർ ദ ബാലൻസ് ഓഫ് മൈ എക്സ്റ്റൻഡഡ് ഡ്രിങ്കിങ് കരിയർ. അങ്ങനെ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ ഡ്രിങ്കിങ് കരിയർ ബാലൻസ് ചെയ്തുകൊണ്ട്. യെസ് സാർ, അതെ സാർ. ദ ഓൾഡ് ബോയിൽ മേക്കർ ആൻഡ് ഹിസ് ഹെൽപ്പർ. ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ഡ്രിങ്കിങ് കരിയർ ഐ ഡ്രാങ്ക് 22 ഓഫ് ദം ബിറ്റ്വീൻ 10 and 12 AM. അതായത് ഈ പറയുന്ന മദ്യം അദ്ദേഹം 22 എണ്ണം കഴിച്ചു. 10 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് 22 എണ്ണം കഴിച്ചു എന്നാണ് പറയുന്നത്. ഐ ഷാൽ നെവർ നോ ഹൗ മെനി മോർ ഫോളോവ്ഡ് ദം. അതിനുശേഷം അത്രമാത്രം കുടിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല. അണ്ടിൽ ഐ വാസ് പോർഡ് ഇൻ ടു ബെഡ് ദാറ്റ് നൈറ്റ്. ഞാൻ ബെഡിലേക്ക് കയറിയപ്പോൾ ഐ വാസ് ഗെറ്റിംഗ് അലോങ് ഫെയർലി വെൽ വിത്ത് മൈ പാർട്ടി ഡ്രിങ്കിങ്. ഫോർ അപ്പോ ഈ പറയുന്ന ഈ പാർട്ടി ഡ്രിങ്കിങ്, വീട്ടിൽ നടക്കുന്ന പാർട്ടി ഡ്രിങ്കിങ്ങില് തുടക്കത്തിൽ നല്ല ഫെയർ ആയിരുന്നു. ഫോർ ക്വിറ്റ് ടൈം, കുറച്ച് സമയം കഴിയുമ്പോൾ, ഹൗവർ ബട്ട് ഈവൻച്വലി, വളരെ പതുക്കെ അല്ലെങ്കിൽ സാവധാനമായി ബിഗാൻ ടു വിസിറ്റ് ബിയർ ജോയിന്റ്സ് ഇൻ ബിറ്റ്വീൻ പാർട്ടീസ്. അങ്ങനെ ബിയറുകളും കൂടി കൊണ്ടുവരാൻ തുടങ്ങി. എ നൈറ്റ് ഓർ സോ എ വീക്ക് ഇൻ എ ജോയിന്റ് ആൻഡ് എ പാർട്ടി ഓർ സോ വീക്ക് അറ്റ്
ഹോം ഓർ വിത്ത് ഫ്രണ്ട്സ്, അതായത് വീട്ടിൽ നടക്കുന്ന പാർട്ടികളാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന പാർട്ടികളാണെങ്കിലും എലോങ് വിത്ത് എ ലിറ്റിൽ ലോൺ ഡ്രിങ്കിങ്, ഈ കുടിക്കുന്ന കാര്യങ്ങൾ കൂടാതെ സൂൺ ഹാഡ് മീ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സിസ്റ്റൻസ് ടോപ്പ് ഫ്ലൈറ്റ് ഡ്രങ്കാർഡ്. ഞാൻ അവരുടെ ഇടയിലെല്ലാം ഏറ്റവും കൂടുതൽ കുടിക്കുന്ന ഒരു കുടിയനായി മാറി. 3 years after I started on my drinking career, കുടി തുടങ്ങിയതിന് ശേഷം 3 വർഷക്കാലത്തിന് ശേഷം ഐ ലോസ്റ്റ് മൈ ഫസ്റ്റ് ജോബ്. എനിക്ക് അങ്ങനെ ആദ്യത്തെ ജോലി നഷ്ടപ്പെട്ടു. അറ്റ് ദാറ്റ് ടൈം, ആ സമയം ഐ വാസ് ലിവിങ് ഔട്ട് ഓഫ് ടൗൺ. ഞാൻ പുറത്താണ് ജീവിച്ചിരുന്നത്. സോ ഐ മൂവ്ഡ് ബാക്ക് ടു ദ ഹോം ടൗൺ. അങ്ങനെ ഞാൻ പിന്നീട് ഹോം ടൗണിലേക്ക് മൂവ് ചെയ്തു. ആൻഡ് മേഡ് എ കണക്ഷൻ ഇൻ എ റെസ്പോൺസിബിൾ പൊസിഷൻ. അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലേക്ക് ഞാൻ വന്നു. വിത്ത് വൺ ഓഫ് ദ ലാർജർ കമ്പനീസ് ഇൻ ദ ഫിനാൻഷ്യൽ ബിസിനസ്. സാമ്പത്തിക ബിസിനസ് നടത്തിയിരുന്ന ഒരു ഇതിന്റെ ഒരു ലാർജർ കമ്പനിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് ഞാൻ വന്നു. അപ് ടു ദിസ് പോയിന്റ്, ഈ സമയത്ത് ഐ ഹാഡ് സ്പെൻഡ് 6 years ഇൻ ദ ബിസിനസ്. ഏകദേശം 6 വർഷക്കാലം ഞാൻ ബിസിനസ്സിൽ തുടർന്നു. ആൻഡ് ഹാഡ് എൻജോയ്ഡ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ബീയിങ് വെരി സക്സസ്ഫുൾ. അങ്ങനെ ഞാൻ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു. മൈ ന്യൂ ഡ്യൂട്ടീസ്, എന്റെ പുതിയ ജോലി, വേർ എക്സ്ട്രീംലി കൺഫൈനിങ് ആൻഡ് മൈ ലിക്വർ കൺസംഷൻ ബിഗാൻ ടു ഇൻക്രീസ് അറ്റ് ദിസ് ടൈം. അപ്പോ ഞാൻ ചെയ്തിരുന്ന ജോലി കൃത്യമായി ചെയ്തു. എന്റെ കുടി അതിനോടൊപ്പം കൂടിയും വന്നു. അപ്പോൾ ലിവിങ് ദ ഓഫീസ് ഇൻ ദ ഈവനിങ്, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മൈ ഫസ്റ്റ് സ്റ്റോപ്പ് വുഡ് ബി എ സലൂൺ ബട്ട് എ ബ്ലോക്ക് ഫ്രം ദ ഓഫീസ്. സലൂൺ എന്ന് പറഞ്ഞാൽ ബാർ തന്നെയാണ്. അപ്പൊ ബാറിൽ അടുത്ത ഉള്ള ഒരു ബാറിലേക്ക്, മദ്യം വിളമ്പുന്ന ബാറിലേക്ക്, ഒരു റോഡിനപ്പുറമാണ് ആ ബാർ ഉള്ളത്. ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ അവിടെ പോകും. ഹവർ ആസ് ദർ ഹാപ്പൻ ടു ബി സെവറൽ സലൂൺസ്. അങ്ങനെ ഇതുപോലെയുള്ള അനേകം ബാറിലേക്ക് അല്ലെങ്കിൽ മദ്യം വിളമ്പുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കും. വിത്തിൻ ദാറ്റ് ഡിസ്റ്റൻസ്, അത്തരം അകലങ്ങളിൽ ഐ ഡിഡ്ന്റ് ഫൈൻഡ് ഇറ്റ് നെസസറി ടു പട്രോണൈസ് ദ സെയിം പ്ലേസ് ഈച്ച് ഈവനിങ്. ഞാൻ പലപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ വൈകുന്നേരങ്ങളിൽ പല പല സ്ഥലങ്ങളാണ്. അപ്പൊ ഒരേ സ്ഥലങ്ങളിൽ തന്നെ സമയം ചെലവഴിച്ചില്ല. ഇറ്റ് ഡസൻ പേ ടു ബി സീൻ ഇൻ ദ സെയിം പ്ലേസ് ഇൻ ദ സെയിം അവർ എവരി ഡേ, അതുകൊണ്ട് തന്നെ എന്നെ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി കാണാൻ കഴിയില്ല. പല സ്ഥലങ്ങളിലൂടെ പോകണതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. ദ ജനറൽ പ്രൊസീജിയർ വാസ് ടു ടേക്ക് 4 or 5 ഷോട്ട് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഐ സ്റ്റോപ്ഡ് അറ്റ്. അതായത് 4-5 ഷോട്ട് മദ്യം കഴിക്കുക എന്നതാണ് എന്റെ സാധാരണ രീതിയിലുള്ള ഒരു പ്രൊസീജിയർ. ദിസ് വുഡ് ഗെറ്റ് മീ ഫീലിംഗ് ഫിറ്റ്. അപ്പൊ എനിക്കൊരു ഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നും. ആൻഡ് ദെൻ ഐ വുഡ് സ്റ്റാർട്ട് ഫോർ ഹോം ആൻഡ് ഫ്രണ്ട്സ് 13 miles away. അപ്പൊ 13 മൈല് അകലെയുള്ള എന്റെ വീട്ടിലേക്ക് കൂട്ടുകാരുടെ ഇടയിലേക്കും ഞാൻ കാർ ഓടിച്ചുകൊണ്ട് പോകും. വെൽ, ഓൺ ദ വേ ഹോം ന്യൂമറസ് പ്ലേസസ് മസ്റ്റ് ബി പാസ്ഡ്. അപ്പം അതിന് വീട്ടിലേക്കുള്ള വഴിക്ക് ഇതുപോലെയുള്ള മദ്യം വിളമ്പുന്ന പല സ്ഥലങ്ങളും കടന്നു പോകും. ഇഫ് ഐ വെയർ അലോൺ ഐ വുഡ് സ്റ്റോപ്പ് അറ്റ് 4 or 5 of them. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുപക്ഷെ 4-5 സ്ഥലത്ത് ഞാൻ നിർത്തും. ബട്ട് ഓൺലി 1 or 2 ഇൻ ദ ഈവൻ ഐ ഹാഡ് ബി മൈ മിസ്ട്രസ്റ്റിംഗ് വൈഫ് വിത്ത് മീ. അപ്പോ ഞാന് ഒരു പക്ഷെ എന്റെ കൂടെ ഭാര്യ ഉണ്ടെങ്കിൽ, എന്നെ വിശ്വസിക്കാത്ത എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടെങ്കിൽ 1-2 സ്ഥലത്ത് മാത്രമേ നിർത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ 4-5 സ്ഥലത്ത് നിർത്തി കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകും. ഈവൻച്വലി ഐ വുഡ് അറൈവ് ഹോം ഫോർ എ ലേറ്റ് സപ്പർ. അങ്ങനെ വളരെയധികം താമസിച്ച് ഉള്ള സപ്പർ അത്താഴം കഴിക്കുന്ന ഒരാളായി ഞാൻ മാറി. ഫോർ വിച്ച് ഓഫ് കോഴ്സ് ഐ ഹാഡ് അബ്സല്യൂട്ട്ലി നോ റിലേഷൻ. ഐ വുഡ് മേക്ക് എ feeble attempt to eating supper but never met with any ഹോളിംഗ് സക്സസ്. ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഐ നെവർ എൻജോയ്ഡ് എനി മീൽ. ഞാൻ ഒരിക്കലും ഒരു അത്താഴവും സന്തോഷത്തോടുകൂടി കഴിച്ചില്ല, അല്ലെങ്കിൽ എൻജോയ് ചെയ്തില്ല. ബട്ട് ഐ ഏറ്റ് മൈ ലഞ്ച് അറ്റ് noon ഫോർ 2 reasons. ഞാൻ ലഞ്ച് ഉച്ചയ്ക്ക് തന്നെ കഴിച്ചിരുന്നു. അതിന് 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ്, ടു ഹെൽപ്പ് ഗെറ്റ് മീ ഔട്ട് ഓഫ് ദ ഫോഗ് ഓഫ് ദ നൈറ്റ് ബിഫോർ. അതായത് തലേദിവസം രാത്രി ഉണ്ടായിരുന്ന ആ ഫോഗില്, അല്ലെങ്കിൽ ആ പറയുന്ന കാർമേഘ പടലത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ആൻഡ് സെക്കൻഡ്, ടു ഫർണിഷ് സം മെഷർ ഓഫ് നൗറിഷ്മെന്റ്. അപ്പം പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചുള്ള ഈ പറയുന്ന ഒരു പുതുമ അനുഭവപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ നറിഷ്മെന്റ് അനുഭവപ്പെടും. മൈ എൻജോയ്മെന്റ് ഓഫ് മീൽസ് നൗ ഈസ് ആൻ ആഡ് ഫീച്ചേഴ്സ് ടു ദ 7 wonders ഓഫ് ദ വേൾഡ് ടു മീ. അതുകൊണ്ട് തന്നെ 7 അത്ഭുതങ്ങൾ പോലെ തന്നെയാണ് ഇപ്പോൾ എന്റെ ആഹാരം, അല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ കഴിക്കുന്ന ആഹാരം. ഐ ക്യാൻ സ്റ്റിൽ ഹാർഡ്ലി ബിലീവ് ഇറ്റ്.
എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവഞ്ച്വലി ദ നൂൺ മീൽ വാസ് ഓൾസോ ഡിസ്പെൻസ്ഡ് വിത്ത്. അങ്ങനെ ഞാൻ വളരെ സാവധാനം ഈ പറയുന്ന ഉച്ചയ്ക്കുള്ള ആഹാരവും ഉപേക്ഷിച്ചു തുടങ്ങി. ഐ കനോട്ട് റിമെമ്പർ ജസ്റ്റ് വെൻ ഐ ബിക്കേം ദ വിക്ടിം ഓഫ് ഇൻസോംനിയ. അപ്പൊ ഞാൻ ഇൻസോംനിയയുടെ ഒരു ഇതായി എനിക്ക് ആ ഇത് വന്നു. ബട്ട് ഐ ഡു നോ ദാറ്റ് ദ ലാസ്റ്റ് ഇയർ ആൻഡ് ഐ ഹാഫ് ഐ നെവർ വെന്റ് ടു ബെഡ് സോബർ എ സിംഗിൾ നൈറ്റ്. കഴിഞ്ഞ കുറെ വർഷങ്ങൾ, ഒരു വർഷമായിട്ട് ഞാൻ ഒരിക്കലും ഈ പറയുന്ന ബെഡിലേക്ക് സോബറായിട്ട് പോയിട്ടില്ല. ഐ കുഡിന്റ് സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. ഐ ഹാഡ് എ മോറൽ ഫിയർ ഓഫ് ഗോയിങ് ടു ബെഡ് ആൻഡ് ടോസിങ് ഓൾ നൈറ്റ്. എനിക്ക് പല ധാർമ്മികമായ ഭയങ്ങളും എനിക്ക് ബെഡിലേക്ക് പോകുമ്പോൾ ഉണ്ടാകണം. ഈവനിങ് അറ്റ് ഹോം വേർ ആൻ ഓർഡർ. ആസ് എ റിസൾട്ട് അതിന്റെ ഭാഗമായിട്ട് ഐ വുഡ് ഫോൾ ഓഫ് ഇൻ എ ഡ്രങ്കൺ സ്റ്റുപ്പർ എവരി നൈറ്റ്. ഞാൻ അതിന്റെ ഭാഗമായിട്ട്, അതായത് ഈ പറയുന്ന ധാർമ്മികമായിട്ടുള്ള ഭയം ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കുടിയിൽ ആശ്രയിച്ച് ഞാൻ എല്ലാ രാത്രിയും പോയി. ഹൗ ഐ വാസ് ഏബിൾ ടു ഡിസ്ചാർജ് മൈ ഡ്യൂട്ടീസ് അറ്റ് ദ ഓഫീസ് ഡ്യൂറിങ് ദോസ് ഹോറിബിൾ മോർണിംഗ്സ്. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിലെ ജോലികൾ മാറ്റിവെക്കാനും പിന്നീട് വളരെ ഭയാനകമായ രാവിലകൾ വരാൻ തുടങ്ങി. ഐ വിൽ നെവർ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായി വിവരിക്കാൻ കഴിയില്ല. ഹാൻഡ്ലിങ് കസ്റ്റമേഴ്സ്, എനിക്ക് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഡീലേഴ്സ്, വിൽപ്പനക്കാരെ ഹാൻഡിൽ ചെയ്യണം. ഇൻഷുറൻസ് പീപ്പിളുമാരോട് ഇപ്പോൾ സംസാരിക്കണം. ഡിക്റ്റേഷൻ, ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കണം. ടെലിഫോണിങ്, ഫോൺ വിളിക്കണം. ഡയറക്റ്റിംഗ് ന്യൂ എംപ്ലോയീസ്, പുതിയ ആളുകളെ ഡയറക്റ്റ് ചെയ്യണം. ആൻസറിങ് ടു സുപ്പീരിയേഴ്സ് എക്സെട്ര. എൻ്റെ തൊഴിലിടങ്ങളിലെ ഉന്നതന്മാരോട് എനിക്ക് മറുപടി കൊടുക്കണം. ആൻഡ് വെൻ ഇറ്റ് ഡിഡ് ഐ വാസ് എ മെന്റൽ, ഫിസിക്കൽ ആൻഡ് നെർവസ് റിക്. ഞാൻ ഇത് മാനസികവും ശാരീരികവും വളരെ നെർവസുമായി മാറി. ഐ അറൈവ്ഡ് അറ്റ് ദ സ്റ്റേജ് വേർ ഐ കുഡിന്റ് ക്വിറ്റ് മേക്ക് ഇറ്റ് ടു ദ ഓഫീസ് സം മോർണിംഗ്സ്. എനിക്ക് ഈ മദ്യം മാറ്റിവെക്കാൻ കഴിയാത്ത രീതിയിൽ പലപ്പോഴും മോർണിംഗിലും കുടിച്ചുകൊണ്ട് ഓഫീസിലേക്ക് എത്തി. ദെൻ ഐ വുഡ് സെൻഡ് ആൻ എക്സ്ക്യൂസസ് ഓഫ് ഇൽനസ്. അതിനുശേഷം ഞാൻ മോർണിംഗിൽ ബാങ്ക് ഈ പറയുന്ന സ്ഥാപനത്തിലെത്താതെ ഞാൻ പല ന്യായീകരണങ്ങള് എനിക്ക് രോഗമാണെന്ന്, അസുഖമാണെന്ന് പറഞ്ഞ് അവർക്ക് എഴുതാൻ തുടങ്ങി. ബട്ട് ദ ഫെയിം ബിക്കം വയലന്റ്ലി ഇൽ വിത്ത് മൈ ഡ്രങ്കനസ്. അതുകൊണ്ട് എൻ്റെ ഈ സ്ഥാപനമാകട്ടെ എൻ്റെ മദ്യപാനം മൂലം ഭയങ്കരമായിട്ട് രോഗാവസ്ഥയിലായി. മൈ ഡ്രങ്കനസ്, എൻ്റെ കുടി മൂലം എൻ്റെ സ്ഥാപനവും രോഗാവസ്ഥയിലായി. ആൻഡ് ദെയർ കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് വാസ് ടു റിമൂവ് ദെയർ അൾസർ ഇൻ ദ ഫോം ഓഫ് മീ ഫ്രം ദെയർ പേറോ. അതായത് അവരുടെ ഈ അൾസറിനെ റിമൂവ് ചെയ്യാൻ, അത് ആ ഫെയിമിന്റെ, ആ സ്ഥാപനത്തിന്റെ അൾസർ റിമൂവ് ചെയ്യാനായിട്ട് അവർക്ക്, അല്ലെങ്കിൽ പുറത്താക്കാനായിട്ട് അവർക്ക് ഒരു കാര്യമുണ്ടായിരുന്നു. ത്തിന്റെ ലിസ്റ്റിൽ നിന്ന് എന്നെ പുറത്താക്കുക. അമിറ്റ് മച്ച് ഫാൻഫെയർ ആൻഡ് വെരി പേഴ്സണൽ ആൻഡ് സ്ലൈറ്റിംഗ് റിമാർക്സ് ആൻഡ് ഇൻസിനുവേഷൻസ്. അതായത് പലതരം വ്യക്തിപരമായിട്ടുള്ള പലതരം കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ അവർ പുറത്താക്കി. ഡ്യൂറിങ് ദിസ് ടൈം, ഇതേ സമയം ഐ ഹാഡ് ബീൻ threatened, beaten, kissed, praised and damned alternately by relatives. ഇതേ സമയം എന്നെ പലരും ഭീഷണിപ്പെടുത്തി, എന്നെ അടിച്ചു നോക്കി, എന്നെ ഉമ്മ വെച്ചു നോക്കി, എന്നെ പുകഴ്ത്തി പറഞ്ഞു നോക്കി. പല സ്വന്തക്കാരും, പിന്നെ എൻ്റെ കൂട്ടുകാര്, എൻ്റെ കുടുംബക്കാര്, ഫ്രണ്ട്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്, എന്നെ പരിചയമില്ലാത്തവർ, എൻ്റെ കൂട്ടുകാര്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഓൾ വെൻ ഓഫ് നോട്ട്. അപ്പൊ ഇതൊന്നും വർക്ക് ചെയ്തില്ല. ഹൗ മെനി ടൈംസ് ഐ സോർ ഓഫ് ഇൻ ദ മോർണിംഗ് ആൻഡ് ഗോട്ട് ഡ്രങ്ക് ബിഫോർ സൺസെറ്റ്, ഐ ഡോണ്ട് നോ. പലപ്പോഴും രാവിലെകളിൽ എടുക്കുന്ന പ്രതിജ്ഞ, കുടിക്കുകയല്ല എന്ന പ്രതിജ്ഞ വൈകുന്നേരം അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ചെയ്യുകയും ഞാൻ വീണ്ടും കുടിച്ചു. എത്രമാത്രം പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഐ വാസ് ഓൺ ദ ടൊബാഗോൺ ആൻഡ് റിയലി മേക്കിംഗ് ടൈം. അപ്പോൾ ഈ പറയുന്ന കുടിയുടെ സമയത്ത് ഞാനൊരു പ്രത്യേക ടൊബാഗോണായിട്ട് മാറുകയും ആ സമയം അങ്ങനെ ചെലവഴിക്കും. ആഫ്റ്റർ ബീയിങ് ഫയർഡ്, അതായത് എൻ്റെ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന് ശേഷം ഐ ലൈൻഡ് അപ്പ് വിത്ത് എ ന്യൂ ഫിനാൻസ് കമ്പനി. ഞാൻ മറ്റ് പല സാമ്പത്തിക കമ്പനികളിലും ജോലിക്കായി അപേക്ഷിച്ചു. ദാറ്റ് വാസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻ ബിസിനസ്. അങ്ങനെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ്സിൽ ആൻഡ് ടുക്ക് ദ പൊസിഷൻ ഓഫ് ബിസിനസ് പ്രൊമോഷൻ മാൻ. എന്നെ പ്രൊമോഷൻ, അതായത് ബിസിനസ് പ്രൊമോഷൻ ആളായിട്ട് തെരഞ്ഞെടുത്തു. കോണ്ടാക്ടിങ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ്, അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഓട്ടോമൊബൈൽ ഡീലേഴ്സുമായി ബന്ധപ്പെടുക. വാവ്, വാസ് ദാറ്റ് സംതിങ്? അതെന്തെങ്കിലും അല്ലേ? വൈൽ വർക്കിംഗ് ഇൻ ആൻ ഓഫീസ്,
there was some semblance of restraint. But oh boy, when I got to the outside with a new company without a supervision, did I go to town. അതായത് ഒരു ഓഫീസിൽ ആയിരുന്നു ഇത്രയും കാലം എൻ്റെ ജോലി. ഇപ്പോൾ ഞാൻ പല ടൗണുകളിലൂടെ കടന്നു പോവാണ്. അതൊരു നല്ല കാര്യമല്ലേ ആൺകുട്ടി? ഞാൻ പുറത്ത് നടന്ന് ജോലി ചെയ്യുക. ഒരു സൂപ്പർവിഷൻ ഇല്ല. എൻ്റെ സൂപ്പർവൈസേഷൻ ഒന്നും അവിടെ ഇല്ല. അങ്ങനെ ഞാൻ ടൗണുകളിലൂടെ നടക്കുക. ഐ റിയലി വർക്ക്ഡ് ഫോർ സെവറൽ വീക്സ്. ഞാൻ വളരെയധികം ആഴ്ചകളിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തു. ആൻഡ് ഹാവിങ് ഹാഡ് എ ഫെയർലി വൈഡ് അക്വൈൻറ്റൻസ്. എനിക്ക് ധാരാളം ബിസിനസ്സിൽ സഹപ്രവർത്തനം ഉണ്ടായി. വിത്ത് ദ ഡീലർ ട്രേഡ്, അങ്ങനെ പല ആളുകളുമായി ഞാൻ വ്യാപാരം നടത്തി. ഇറ്റ് വാസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ടു ലൈൻ ഇനഫ് ടു ദം ടു ഗീവ് മി എ വെരി സബ്സ്റ്റൻഷ്യൽ വോളിയം ഓഫ് ബിസിനസ് വിത്ത് എ മിനിമം ഓഫ് എഫർട്ട്. അതുകൊണ്ട് ചെറിയൊരു എഫേർട്ടിലൂടെ വലിയൊരു ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് എളുപ്പം കഴിഞ്ഞു. നൗ ഐ വാസ് ഗെറ്റിംഗ് ഡ്രങ്ക് ഓൾ ദ ടൈം. ഇപ്പോൾ ഞാൻ മുഴുകുടിയനാണ്. ഇറ്റ് വാസ് നെസസറി ടു റിപ്പോർട്ട് ടു ദ ഓഫീസ് ഇൻ പേഴ്സൺ എവരി ഡേ. അതായത് എല്ലാ ദിവസവും ഞാൻ ഓഫീസിൽ വ്യക്തിപരമായി സന്ദർശിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആൻഡ് വെൻ ഐ ഡിഡ് ഗോ ഇൻ, ഇറ്റ് വാസ് ജസ്റ്റ് ടു മേക്ക് എ അപ്പിയറൻസ് ആൻഡ് ബൗൺസ് റൈറ്റ് ഔട്ട് അഗൈൻ. ഞാൻ അവിടെ പോകുമ്പോൾ ഞാൻ വളരെയധികം എൻ്റെ അപ്പിയറൻസ്, അല്ലെങ്കിൽ പുറമേ കാണുന്ന എൻ്റെ അവസ്ഥ നന്നാക്കിയിട്ടാണ് അവിടെ പോയത്. വാസ് ദാറ്റ് എ മെരി ഗോ റൗണ്ട് ഫോർ ദ 8 months ദാറ്റ് ഇറ്റ് ലാസ്റ്റഡ്. അത് അധികം നാളെ നീണ്ടു നിന്നില്ല. 8 മാസത്തിന് ശേഷം അത് അവസാനിച്ചു. ഫൈനലി അവസാനം ദിസ് കമ്പനി ഓൾസോ ബിക്കം ഇൽ. അങ്ങനെ ആ കമ്പനിയും അസുഖബാധിതനായി. ആൻഡ് ഐ വാസ് വൺസ് മോർ ലുക്കിംഗ് ഫോർ എ ജോബ്. വീണ്ടും ഞാൻ ജോലി അന്വേഷിച്ച്, ആ കമ്പനി അസുഖബാധിതനായതുകൊണ്ട് അസുഖബാധിതനായ എന്നെ അവർ പുറത്താക്കി. അവര് കൂടുതൽ ജോലിയിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി. Then I learned something else. ഇപ്പോൾ ഞാൻ ചിലത് പഠിച്ചു തുടങ്ങി. I learned that a person just can't find a job hanging in a dive or bar room all day and all night, as jobs don't see to turn up in those place. അതായത് എനിക്കൊരു കാര്യം മനസ്സിലായി. ഒരാൾ ജോലി അന്വേഷിക്കുന്ന ആൾ, അതായത് ബാർ റൂമുകളിൽ രാത്രിയും പകലും ഇരിക്കുന്ന ഒരാൾക്ക് ജോലി കിട്ടുക സാധ്യമല്ല. അവിടെ ഒരിക്കലും ജോലി ഉണ്ടാകുന്നില്ല. I became convinced of that because I spent most of my time there and nary a job turned up. ഞാൻ ഈ ബാർ റൂമുകളിലാണ് സമയവും അധികം ചെലവഴിച്ചിരുന്നത്. അതുകൊണ്ടാണ് എൻ്റെ ജോലി സ്ഥിരമായി ചെയ്യാൻ പറ്റാത്തത്. ബൈ ദിസ് ടൈം, ഈ സമയമായപ്പോഴേക്കും മൈ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ലൈൻഡ് അപ്പ് ഇൻ മൈ ചൂസൺ ബിസിനസ് വെയർ ഷോർട്ട്. ഇതേ സമയമായപ്പോഴത്തേക്കും ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ പറയുന്ന ബിസിനസ്, സാമ്പത്തികമായിട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ട ജോലികൾ കുറവായി തുടങ്ങി. എവരി വൺ ഹാഡ് മൈ നമ്പർ. എല്ലാവരുടെയും കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ട്. ആൻഡ് വുഡൻറ്റ് ഹയർ മീ അറ്റ് എനി പ്രൈസ്. എന്ത് വില കൊടുത്തും എന്നെ അവർ ജോലിക്ക് എടുക്കുകയില്ല. ഐ ഹാവ് ഒമിറ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ട്രാൻസ്ഗ്രേഷൻസ് ആൻഡ് ഐ മെയ്ഡ് വെൻ ഡ്രങ്ക് ഓഫ് ഫോർ സെവറൽ റീസൺ. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ ഈ കുടിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തി കുടിക്കാനായി. വൺ ഈസ് ദാറ്റ് ഐ ഡോണ്ട് റിമെമ്പർ ടു മെനി ഓഫ് ദം. ഒരു കാര്യം, ഞാൻ പല കാര്യങ്ങളും ഓർക്കുന്നില്ല, പക്ഷെ ഒരു കാര്യം ഇതാണ്: as I was one of those drunks who could be on his feet and attend a meeting or a party. അതായത് ഞാൻ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുമ്പോഴോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോഴോ കുടിക്കുന്ന ആളാണ്. എൻഗേജ് ഇൻ എ കോൺവെർസേഷൻ വിത്ത് പീപ്പിൾ, അതായത് ആളുകളുമായി സംസാരിക്കുക. ആൻഡ് ഡു തിങ്സ് ദാറ്റ് എനി നിയർലി നോർമൽ പേഴ്സൺ വുഡ് ഡു. ആൻഡ് ദ നെക്സ്റ്റ് ഡേ നോട്ട് റിമെമ്പർ തിങ്സ് അബൌട്ട് വെയർ ഐ വാസ്, വാട്ട് ഐ ഡിഡ്. അതായത് ഞാൻ ഈ പറയുന്ന ഈ തരത്തിലുള്ള അനേകം കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഞാൻ കുടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ കൃത്യമായി ഓർക്കുന്നുണ്ട്: ഞാൻ ഏതെങ്കിലും മീറ്റിങ്ങിലോ ഏതെങ്കിലും പാർട്ടികളിലോ പങ്കെടുക്കുമ്പോൾ ഞാൻ ഒരുപാട് സംസാരിക്കും. ഞാൻ പല കാര്യങ്ങളും, പല സംഭാഷണങ്ങളിൽ ഏർപ്പെടും. പക്ഷേ ഞാൻ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം ഞാൻ എന്താണ് പറഞ്ഞത്, ആരോടാണ് സംസാരിച്ചത്, കാരണം സംസാരിക്കുമ്പോൾ ഞാൻ നോർമൽ ഒരു സാധാരണക്കാരനെ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ പിറ്റേ ദിവസം എനിക്കിതൊന്നും ഓർമ്മയില്ല. ഞാൻ എവിടെയായിരുന്നു എന്ന് ഓർമ്മയില്ല, എന്താണ് ഞാൻ ചെയ്തതെന്ന് ഓർമ്മയില്ല, ആരെയാണ് കണ്ടതെന്ന് ഓർമ്മയില്ല, എങ്ങനെയാണ് വീട്ടിലെത്തിയെന്ന് പോലും ഞാൻ ഓർക്കാറില്ല. That condition was a distinct handicap to me in trying to vindict myself with the notes of patient wife. ഇത് എന്നെ ഈ കണ്ടീഷൻ, ഇത്തരം കാര്യങ്ങൾ എന്നെ ബലഹീനനാക്കി, അല്ലെങ്കിൽ വൈകല്യമുള്ളതാക്കി. പിന്നെ എൻ്റെ ഭാര്യയെ രോഗിയുമാക്കി. I also committed other indiscretions of which I see no particular point in relating. മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത്: എനിവൺ ഹൂ ഈസ് എ റമ്മി, അതായത്
or is close to rummies knows that all those things amount to without having to be told about them. റമ്മി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന കുടിയന്മാരെ അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് റമ്മി. ഞാൻ ഈ ഒരു കഥയിൽ മാത്രമേ റമ്മി എന്ന് കണ്ടിട്ടുള്ളൂ. ഏതായാലും റമ്മി ഈ കുടിയന്മാർക്ക് അറിയാം, അവരോട് പറയേണ്ട കാര്യമില്ല, അവരെന്താണ് ചെയ്തിട്ടുള്ളതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമുക്ക് അവരോട് സംസാരിക്കാൻ അവർക്ക് കൃത്യമായി മനസ്സിലാവും. തിങ്സ് ഈവൻച്വലി കെയിം ടു ദ പോയിന്റ് വേർ ഐ ഹാഡ് നോ ഫ്രണ്ട്സ്. അപ്പോ കാര്യങ്ങൾ എന്തിലാണ് കൊണ്ട് അവസാനിപ്പിച്ചത്? എനിക്ക് കൂട്ടുകാരുണ്ടായില്ല. I didn't care to go visiting unless the parties we might visit had plenty of liquor on hand and I could get a stinking drink. സ്റ്റിങ്കിങ് ഡ്രങ്ക്. അതായത് ഞാൻ ചില പാർട്ടികളിൽ ക്ഷണിച്ചാൽ പോലും പോകുമായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യില് ഞാൻ ധാരാളം കുടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കുറെ മദ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കുടിക്കാൻ പറ്റണം, ഭയങ്കരമായിട്ട് കുടിച്ചു കൂത്താടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഞാൻ ആ പാർട്ടിക്ക് പോകുമായിരുന്നില്ല. ഫാക്ട് ഈസ് ദാറ്റ് ഐ വാസ് ഓൾവേസ് വെൽ ഓൺ മൈ വേ. അപ്പം ഫാക്ട് ഈസ് ദാറ്റ് ഐ വാസ് ഓൾവേസ് വെൽ ഓൺ മൈ വേ. അങ്ങനെ ഞാൻ എൻ്റെ വഴിക്ക് നന്നായി പോകും. ബിഫോർ ഐ വുഡ് അണ്ടർടേക്ക് ടു ഗോ വിസിറ്റ് അറ്റ് ഓൾ. അതായത് എല്ലാ കാര്യങ്ങളും എൻ്റെ വഴിക്ക് വരണമെന്ന് ഞാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് പോകത്തില്ല. നാച്ചുറലി ദിസ് കണ്ടീഷൻ വാസ് ഓൾസോ എ സോഴ്സ് ഓഫ് ഗ്രേറ്റ് ഡിലൈറ്റ് ടു മൈ വൈഫ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു അവസ്ഥ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഭാര്യയെ മറക്കാൻ പറ്റുന്ന രീതിയിലാണ്. ആഫ്റ്റർ ഹോൾഡിംഗ് ഗുഡ് പൊസിഷൻ, അതായത് നല്ലൊരു ഈ പറയുന്ന സ്ഥാപനങ്ങളുടെ എല്ലാം പൊസിഷൻ കൈവച്ചിട്ട്, മേക്കിംഗ് ബെറ്റർ ദാൻ ആവറേജ് ഇൻകം ഓഫ് ഫോർ ഓവർ 10 years, 10 വർഷക്കാലം ഏറ്റവും നല്ല പണം സമ്പാദിക്കുമായിരുന്നിട്ടും ഐ വാസ് ഇൻ ഡെപ്റ്റ്, ഞാനിപ്പോൾ കടത്തിലാണ്. ഹാഡ് നോ ക്ലോസ് ടു സ്പീക്ക് ഓഫ്, അതായത് പറയത്തക്ക വസ്ത്രങ്ങളില്ല, നോ മണി, പണമില്ല, നോ ഫ്രണ്ട്സ്, കൂട്ടുകാരില്ല, നോ വൺ എനി ലോങ്ങർ ടോളറേറ്റിംഗ് മീ മൈ വൈഫ്, എൻ്റെ ഭാര്യയെ അല്ലാതെ മറ്റാരും എന്നെ സഹിക്കുമായിരുന്നില്ല. മൈ സൺ ഹാഡ് അബ്സല്യൂട്ട്ലി നോ യൂസ് ഫോർ മീ, എൻ്റെ മകന് എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല. ഈവൻ സം ഓഫ് ദ സലൂൺ കീപ്പേഴ്സ്, അതായത് ബാറിലെ വെയിറ്റർമാർ പോലും, വേർ ഐ ഹാഡ് സ്പെൻഡ് സോ മച്ച് ടൈം ആൻഡ് മണി, അവിടെ ഞാൻ ധാരാളം സമയവും പണവും ചെലവഴിച്ചതാണ്, റിക്വസ്റ്റഡ് ദാറ്റ് ഐ സ്റ്റേ അവേ ഫ്രം ദെയർ പ്ലേസസ്, അവരെന്നോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു, ദയവായി നിങ്ങൾ ഇവിടെ നിന്ന് ഈ ബാറിലേക്ക് വരാതെ അകന്നു നിൽക്കണം. ഫൈനലി, അവസാനം ആ ഓൾഡ് ബിസിനസ് അക്വൈൻറ്റൻസ് ഓഫ് മൈൻ, എൻ്റെ ഒരു ബിസിനസ് സഹപ്രവർത്തകൻ, whom I hadn't seen for several years, offered me a job. അനേകം വർഷം എന്നെ കാണാത്ത അവൻ എനിക്കൊരു ജോലി വാഗ്ദാനം ചെയ്തു. ഐ വാസ് ഓൺ ദാറ്റ് ജോബ് എ മന്ത്, ഞാൻ ആ ഒരു മാസക്കാലം ആ ജോബിലുണ്ടായിരുന്നു. ആൻഡ് ഡ്രങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം, പക്ഷെ ഞാൻ എപ്പോഴും കുടിച്ചുകൊണ്ടേയിരുന്നു. ജസ്റ്റ് അറ്റ് ദിസ് ടൈം മൈ വൈഫ് ഹിയർഡ് ഓഫ് എ ഡോക്ടർ ഇൻ അനദർ സിറ്റി ഹു ഹാഡ് ബീൻ വെരി സക്സസ്ഫുൾ വിത്ത് ഡ്രങ്ക്സ്. ഇതേ സമയത്താണ് എൻ്റെ ഭാര്യ മറ്റൊരു സിറ്റിയിലെ ഒരു ഡോക്ടറെ പറ്റി, കുടിയന്മാരായിട്ടുള്ള കുടിമാറ്റുന്നതിനെ വിജയിച്ചിട്ടുള്ള ഒരു ഡോക്ടറെ പറ്റി കേൾക്കുന്നത്. ഷി ഓഫേർഡ് മീ ദ ഓൾട്ടർനേറ്റീവ് ഓഫ് ഗോയിങ് ടു സീ ഹിം. അവൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവനെ പോയി കാണുക, ഓർ ഹർ ലീവിങ് മീ ഫോർ ഗുഡ് ആൻഡ് ഓൾ, അല്ലെങ്കിൽ അവൾ എന്നെ വിട്ടുപിരിഞ്ഞു പോകും, സ്ഥിരമായി വിട്ടുപിരിഞ്ഞു പോകും. വെൽ, ഐ ഹാഡ് എ ജോബ്, എനിക്ക് ജോബ് ഉണ്ട്, ആൻഡ് ഐ റിയലി വാണ്ടഡ് ഡെസ്പറേറ്റ്ലി ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്. അത് എനിക്ക് എങ്ങനെയെങ്കിലും കൂട്ടി നിർത്തണമെന്നുണ്ട്, ബട്ട് കുഡിന്റ്, എനിക്ക് കഴിയുന്നില്ല. സോ ഐ റെഡിലി അഗ്രീഡ് ടു വിസിറ്റ് ദി ഡോക്ടർ ഷീ റെക്കമെൻഡഡ്. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ ആ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ ഞാൻ തയ്യാറായി. ദാറ്റ് വാസ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് മൈ ലൈഫ്. ഇതെന്റെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. മൈ വൈഫ് അക്കമ്പനിഡ് മീ ആൻഡ് മൈ വിസിറ്റ് ആൻഡ് ദ ഡോക്ടർ റിയലി ടോൾഡ് മീ. അപ്പോൾ ഭാര്യയും എൻ്റെ കൂടെ വന്നു ഡോക്ടറെ കാണാനായി. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, some things that in my state of jittery nearby knocked me out of the chair. ചില കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ചെയറിലിരുന്ന് ഞെട്ടിത്തെരിച്ചു. ഹി ടോക്ക്ഡ് അബൌട്ട് ഹിംസെൽഫ്. അവനെ പറ്റിയാണ് പറഞ്ഞത്, ബട്ട് ഐ വാസ് ഷുവർ ഇറ്റ് വാസ് മീ. ഡോക്ടർ അവനെ പറ്റിയാണ് പറഞ്ഞെങ്കിലും അത് എന്നെ പറ്റിയാണെന്ന് എനിക്ക് തോന്നി. യു മെൻഷൻഡ് ലൈസ്. അവനെ നുണകളെ പറ്റി പറഞ്ഞു, ഡിസെപ്ഷൻസ് എക്സെട്ര. ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് സ്റ്റോറി, ഇൻ ദ പ്രസൻസ് ഓഫ് ദ വൺ പേഴ്സൺ ഇൻ ദ വേൾഡ് വൺ വുഡന്റ് വാണ്ട് ടു നോ സച്ച് തിങ്സ്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കേൾക്കാൻ കഴിയാത്ത
കുറെ കാര്യങ്ങളും കഥകളും അതൊക്കെ പറയും. ഹൗ ഡിഡ് ഹി നോസ് ഓൾ ദിസ്? അവൻ എങ്ങനെയാണ് ഇതൊക്കെ അറിയാവുന്നത്? അതായത് ഈ പ്രൊഹിബിഷന്റെ സമയത്താണ് അപ്പൊ ആ സമയത്ത് ഈ മദ്യത്തെക്കുറിച്ചും മദ്യത്തിന്റെ അവൈലബിലിറ്റിയെ കുറിച്ചും ഒക്കെ ഡോക്ടർ ബോബ് അദ്ദേഹത്തോട് പറയണം, ഐ ഹാഡ് നെവർ സീൻ ഹിം ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടില്ല. ബട്ട് ആൻഡ് അറ്റ് ദ ടൈം ഹോപ്ഡ് ടു ഹെൽ ഐ വുഡ് നെവർ സീ ഹിം അഗെയിൻ. ഞാൻ വിചാരിക്കുന്നത് ഇനി ഒരിക്കലും അവനെ കാണണ്ടെന്ന് തന്നെയാണ്. ഹവർ ഹി എക്സ്പ്ലെയിൻ ടു മീ ദാറ്റ് ഹി ഹാഡ് ബീൻ ജസ്റ്റ് സച്ച് എ റമ്മി ആസ് ഐ ഓൺലി ഫോർ എ മച്ച് ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതായത് എന്നെ പോലെ തന്നെ ഒരു കുടിയനാണ് അവൻ. അവന് ഇപ്പൊ സോബറായിട്ട് കുറച്ച് കാലമായി എന്ന് എന്നോട് പറയാണ്. ഹി അഡ്വൈസ്ഡ് മീ ടു എൻ്റർ ദ പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. എന്നെ അവൻ ആ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ടു വിച്ച് സ്റ്റാഫ് ഹി വാസ് കണക്റ്റഡ് ആൻഡ് ഐ റെഡിലി അഗ്രീഡ്. അവിടെ അവന്റെ സ്റ്റാഫുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തി. ഞാൻ സമ്മതിച്ചു. ഇൻ ഓൾ ഹോണസ്റ്റി ദോ, എല്ലാ സത്യസന്ധതയോടും കൂടി, ഐ വാസ് സ്കെപ്റ്റിക്കൽ ബട്ട് ഐ വാണ്ടഡ് സോ ഡെഫിനറ്റ് ടു ക്വിറ്റ് ഡ്രിങ്കിങ്. അതായത് സത്യസന്ധതയുടെ കാര്യത്തിൽ ഇച്ചിരി കുറവായിരുന്നെങ്കിലും ഞാൻ മദ്യം നിർത്താൻ ആഗ്രഹിച്ചു. ദാറ്റ് ഐ വുഡ് ഹാവ് വെൽക്കംഡ് എനി സോർട്ട് ഓഫ് ഫിസിക്കൽ ടോർച്ചർ ഓർ പെയിൻ ഓർ അക്കംപ്ലിഷ് ദ റിസൾട്ട്. അതായത് എത്ര മാത്രം ശാരീരികമായിട്ടുള്ള വേദന ഉണ്ടായാലും ഞാൻ സഹിക്കും. എനിക്ക് എങ്ങനെയെങ്കിലും കൂടി നിർത്താനുള്ള റിസൾട്ട് കിട്ടിയാൽ മതി. ഐ മെയ്ഡ് അറേഞ്ച്മെന്റ്സ് ടു എൻ്റർ ദ ഹോസ്പിറ്റൽ 3 days ലേറ്റർ. അങ്ങനെ 3 ദിവസത്തിന് ശേഷം ഞാൻ ഈ ആശുപത്രിയിൽ അഡ്മിറ്റായി. ആൻഡ് പ്രോംപ്റ്റ്ലി വെന്റ് ഔട്ട് ആൻഡ് ഗോട്ട് സ്റ്റിപ്പ് ഫോർ 3 days. അങ്ങനെ 3 days ഇറ്റ് വാസ് വിത്ത് ഗ്രിം ഫോർബിഡിങ് ആൻഡ് അഡ്വാൻസ്ഡ് ജിറ്റേഴ്സ് ദാറ്റ് ഐ ചെക്ക്ഡ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പൊ ഓഫ് കോഴ്സ് ഐ ഹാഡ് നോ ഹിന്റ് ഓഫ് ഫോർ ഇന്റിമേഷൻസ് സോ വാട്ട് ട്രീറ്റ്മെന്റ് വാസ് സോ കൺസിസ്റ്റ് ഓഫ് വാസ് ഐ ടു ബി സർപ്രൈസ്ഡ്. അപ്പൊ 3 ദിവസത്തെ ചികിത്സയ്ക്കായി ഞാൻ അവിടെ നിന്നു. ഞാൻ അവിടെ നിന്ന് ചികിത്സയിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു, ട്രീറ്റ്മെന്റ് സ്വീകരിച്ചു. ആഫ്റ്റർ ബീയിങ് ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ സെവർ ഡേയ്സ്, പിന്നീട് കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ അവിടെ കഴിഞ്ഞു. എ പ്ലാൻ ഓഫ് ലിവിങ് വാസ് ഔട്ട്ലൈൻ ടു മീ. അങ്ങനെ ജീവിക്കാനുള്ള ഒരു പ്ലാൻ അവരെന്നോട് പറഞ്ഞു. എ വെരി സിമ്പിൾ പ്ലാൻ, വളരെ ലളിതമായ പദ്ധതി. ദാറ്റ് ഐ ഫൈൻഡ് മച്ച് ജോയ് ഫോർ ഹാപ്പിനെസ് ഇൻ ലൈഫ് ഫോളോയിങ്. വളരെ സന്തോഷവും സുഖവും കിട്ടുന്ന, അല്ലെങ്കിൽ ആനന്ദവും കിട്ടുന്ന ഒരു പ്ലാൻ. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പുട്ട് ഓൺ പേപ്പർ ഓൾ ദ ബെനിഫിറ്റ് ഐ ഹാവ് ഡെറൈവ്ഡ്. അതായത് ഒരു പേപ്പറിൽ ഇത് എന്തൊക്കെയാണ് ഈ പ്ലാൻ ചെയ്താൽ കിട്ടുമെന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല. ഫിസിക്കൽ, മെന്റൽ, ഡൊമസ്റ്റിക്കൽ, അതായത് ശാരീരികവും മാനസികവും, കുടുംബം, സ്പിരിച്വൽ, ആത്മീയം, ആൻഡ് മോണറ്ററി എന്ന് വെച്ചാൽ ധാർമ്മികമായി. ദിസ് ഇസ് നോ ഐഡിയൽ ടോക്ക്, ഇറ്റ് ഇസ് ദ ട്രൂത്ത്. ഇത് ചുമ്മാ ഒരു സംസാരമല്ല, ഇതാണ് സത്യം. ഫ്രം എ ഫിസിക്കൽ സ്റ്റാൻഡ് പോയിന്റ്, ശാരീരികമായിട്ട് ഐ ഗെയിൻഡ് 16 pounds ഇൻ ദ ഫസ്റ്റ് 2 months ഐ വാസ് ഓഫ് ലിക്വർ. അപ്പൊ അതിൽ നിന്ന് മാറി നിന്നപ്പോൾ 16 pound ഞാൻ കൂടി. ഐ ഈറ്റ് 3 good meal a day now. ഇപ്പോൾ ഞാൻ 3 മീലുകൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമായി കഴിക്കാൻ തുടങ്ങി. ഞാൻ റിയലി എൻജോയ് ചെയ്തു. ഞാൻ അത് സന്തോഷത്തോട് കഴിച്ചു. ഐ സ്ലീപ്പ് ലൈക്ക് എ ബേബി. ഞാനൊരു കുട്ടിയെ പോലെ ഉറങ്ങാൻ തുടങ്ങി. ആൻഡ് നെവർ ഗീവ് എ തോട്ട് ടു സച്ച് എ തിങ്സ് ആസ് ഇൻസോംനിയ. ഇൻസോംനിയ എന്ന് പറയുന്ന രോഗം എനിക്ക് പിന്നെ വന്നില്ല. ഐ ഫീൽ ആസ് ഐ ഡിഡ് ഈവൻ ഐ വാസ് 15 years younger. എനിക്കൊരു 15 വയസ്സ് പോലെ എനിക്ക് തോന്നി. മെന്റലി, മാനസികമായി. ഐ ന്യൂ there I was last night, the night before and the nights before that. എനിക്ക് എവിടെയായിരുന്നു ഞാൻ കഴിഞ്ഞ രാത്രികളിൽ, അതിന് മുമ്പുള്ള രാത്രികളിൽ, കുറെ രാത്രികളിൽ. ഓൾസോ ഐ ഹാവ് നോ ഫിയർ ഓഫ് എനിത്തിങ്. ഇപ്പോൾ എനിക്ക് ഒന്നിനെ കുറിച്ചും ഭയമില്ല. ഐ ഹാവ് സെൽഫ് കോൺഫിഡൻസ്. എനിക്കൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. ആൻഡ് അഷുറൻസ്, ഒരു ഉറപ്പും വന്നു തുടങ്ങി. ദാറ്റ് കനോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ കോക്കിനെസ് ഓർ നോയ്സ് മേക്കിംഗ് ഐ വൺസ് പൊസസ്ഡ്. അപ്പോൾ എനിക്കൊരു ആത്മവിശ്വാസം വന്നു തുടങ്ങി. ഐ ക്യാൻ തിങ്ക് ക്ലിയർലി. ഇപ്പൊ എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് ഐ ആം ഹെൽപ്ഡ് മച്ച് ഇൻ മൈ തിങ്കിങ് ആൻഡ് ജഡ്ജ്മെന്റ് ബൈ മൈ സ്പിരിച്വൽ ഡെവലപ്മെന്റ് വിച്ച് ഗ്രോസ് ഡെയിലി. അങ്ങനെ ആത്മീയമായ അടിസ്ഥാനത്തിലുള്ള ഒരു വളർച്ച എനിക്ക് സ്ഥിരമായി വന്നു തുടങ്ങി. അതെന്നെ സഹായിച്ചു എൻ്റെ ചിന്തയിലും മറ്റുള്ളവരെ കുറിച്ചുള്ള ജഡ്ജ്മെന്റിലും, അല്ലെങ്കിൽ ന്യായം വിധിക്കലിലും. ഫ്രം എ ഡൊമസ്റ്റിക് സ്റ്റാൻഡ് പോയിന്റ്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, വി റിയലി ഹാവ് എ ഹോം നൗ. നമുക്കൊരു വീടുണ്ട്. ഐ ആം ആൻഷ്യസ് ടു ഗെറ്റ് ഹോം ആഫ്റ്റർ ഡാർക്ക്. ഞാൻ ഇരുട്ടുന്നതിന് മുമ്പേ വീട്ടിലെത്താൻ ശ്രമിക്കും. മൈ വൈഫ് ഇസ് എവർ ഗ്ലാഡ് ടു സീ മീ കം ഇൻ. എൻ്റെ വൈഫാണെങ്കിലും എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നു. മൈ യങ്ങർ ഹാസ് അഡോപ്റ്റഡ് മീ. യങ്സ്റ്റർ ഹാസ് അഡോപ്റ്റഡ് മീ. അപ്പോ എൻ്റെ കുട്ടികൾ എന്നെ സ്വീകരിച്ചു.
അവർ ഹോം ഈസ് ഓൾവേസ് ഫുൾ ഓഫ് ഫ്രണ്ട്സ് ആൻഡ് വിസിറ്റേഴ്സ്. അങ്ങനെ എൻ്റെ വീട് ഇപ്പോൾ കൂട്ടുകാരും വിസിറ്റേഴ്സും ഒക്കെ ഉണ്ട്. നോ ഹോം ബ്രൂ ആസ് ആൻ ഇൻഡ്യൂസ്മെന്റ്. പക്ഷെ അവിടെ മദ്യം മാറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഐ ഹാവ് ഫൗണ്ട് എ ഫ്രണ്ട്. ഞാനൊരു കൂട്ടുകാരനെ കണ്ടെത്തി ഹു നെവർ ലെറ്റ്സ് മീ ഡൗൺ ആൻഡ് ഈസ് എവർ കേജഡ് ടു ഹെൽപ്പ്. അതായത് എന്നെ താഴെ ഇടയില്ല, എവർ ഈഗർ ടു ഹെൽപ്പ്. അത് എന്നെ എപ്പോഴും സഹായിക്കാൻ മനസ്സുള്ള ഒരു കൂട്ടുകാരനെ കണ്ടെത്തി. ഐ ക്യാൻ ഈവൻ ആക്ച്വലി ടേക്ക് മൈ പ്രോബ്ലംസ് ടു ഹിം. എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ അവനിൽ ഏൽപ്പിച്ചു. ആൻഡ് ഹി ഡസ് ഗിവ് മീ എ കംഫർട്ട്, പീസ് ആൻഡ് റേഡിയൻ ഹാപ്പിനെസ്. അവൻ എനിക്ക് സുരക്ഷിതമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള, സന്തോഷപരമായിട്ടുള്ള, ആനന്ദകരമായിട്ടുള്ള സ്ഥാനങ്ങൾ തിരിച്ചു തന്നു. ഫ്രം എ മോണിറ്ററി സ്റ്റാൻഡ് പോയിന്റ്, ഇൻ ദ പാസ്റ്റ് 9 months ഐ ഹാവ് റെഡ്യൂസ്ഡ് മൈ റെക്ലെസ് ഡെപ്റ്റ്സ്. അതായത് മോണിറ്ററി എന്ന് വെച്ചാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ 9 മാസമായി എൻ്റെ കടങ്ങൾ ഞാൻ തീർത്തി. ഓൾമോസ്റ്റ് നത്തിങ് ആൻഡ് ഹാർഡ് മണി ടു ഗെറ്റ് അലോങ് കംഫർട്ടബിളി. ഇപ്പോൾ എനിക്ക് പണമുണ്ട്, ജീവിക്കത്തക്ക പണമുണ്ട്. ഐ സ്റ്റിൽ ഹാവ് മൈ ജോബ്. എനിക്ക് ജോലിയുണ്ട്. ആൻഡ് ജസ്റ്റ് പ്രേ ടു ദ റൈറ്റിംഗ് ഓഫ് ദിസ് നൈറ്റ് ഐ റിസീവ്ഡ് ആൻ അഡ്വാൻസ്മെന്റ്. എനിക്കിപ്പോൾ ജോലിയുണ്ട്. എനിക്ക് ഇപ്പോൾ ഈ കഥ എഴുതുമ്പോൾ എനിക്ക് പണം കിട്ടിക്കഴിഞ്ഞു. ഫോർ ഓൾ ഓഫ് ദിസ് ബ്ലെസ്സിങ്സ് ഐ താങ്ക് ഹിം. ഇത്തരം എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അദ്ദേഹത്തിനോട് നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോം ബ്രൂ മാസ്റ്റർ, അതായത് മദ്യം വീട്ടിൽ വേറ്റിക്കൊണ്ടിരുന്ന ആള് എന്ന് പറയുന്ന കഥ പറയുന്നത്. അടുത്ത കഥ ദ 7 month സ്ലിപ്പാണ്. അതായത് എല്ലാ 7 മാസവും വീഴുന്നവൻ. അറ്റ് 14 years of age, 14 വയസ്സിൽ, വെൻ ഐ ഷുഡ് ഹാവ് ബീൻ അറ്റ് ഹോം, ഞാൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ, അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് മൈ പേരൻസ്, എൻ്റെ പേരൻസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നപ്പോൾ, ഐ വാസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി സെർവിങ് എ 1 year എൻലിസ്റ്റ്മെന്റ്. അതായത് ഞാൻ 1 വർഷക്കാലം അമേരിക്കയിലെ ആർമിയിൽ സേവനം ചെയ്യാൻ പോവുകയാണ്. ഐ ഫൗണ്ട് മൈസെൽഫ് വിത്ത് എ ബെഞ്ച് ഓഫ് മെൻ നൺ ടു ഗുഡ് ഫോർ എ 14-year-old കിഡ് ഹു പാസ്ഡ് എസിലി ഫോർ 18. അപ്പോൾ ഞാൻ ആരെയും എന്നെ പോലെയുള്ള ഒരാൾ കണ്ടു. എനിക്ക് 14 വയസ്സുള്ളൂ, പക്ഷെ ഞാൻ 18 വയസ്സുള്ള ഒരാളെ പോലെ അത് പാസ്സായി. ഐ ട്രാൻസ്ഫേർഡ് മൈ ഹീറോ വർഷിപ്പിംഗ് ടു ദിസ് മെൻ ടു ദി വേൾഡ്. അങ്ങനെ അമേരിക്കൻ ആർമിയിലെ ഒരു നായകന്മാരുടെ ആരാധകനായിരുന്നു ഞാൻ. ഐ സപ്പോസ്ഡ് ദ വേഴ്സ്റ്റ് ഡാമേജ് ഡൺ ഇൻ ദാറ്റ് ഇയർ ഇൻ ദ ആർമി barracks was the development of an almost unconscious admiration for their apparently jolly sort of living. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ബാരക്കുകളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്തത് അവരുടെ ജോളി സോർട്ട് ഓഫ് ലിവിങ്, അതായത് വളരെ ആനന്ദകരമായിട്ടുള്ള ജീവിതം കൊണ്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വൺസ് ഔട്ട് ഓഫ് യൂണിഫോം, അങ്ങനെ ഞാൻ യൂണിഫോമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഐ വെന്റ് ടു മെക്സിക്കോ. ഞാൻ മെക്സിക്കോയിലേക്ക് പോയി. വേർ ഐ വർക്ക്ഡ് ഫോർ ആൻ ഓയിൽ കമ്പനി. അവിടെ ഞാൻ ഒരു ഓയിൽ കമ്പനിയിൽ മെക്സിക്കോയിൽ വർക്ക് ചെയ്തു. ഹിയർ ഐ ലേൺഡ് ടു ടേക്ക് എ ഗുഡ് കാർഗോ ഓഫ് ബിയർ ആൻഡ് ഹോൾഡ് ഇറ്റ്. ഞാൻ കുറച്ച് ബിയർ മേടിച്ച് ഞാൻ അത് പിടിച്ചു. ലേറ്റർ ഐ റോഡ് ദ റേഞ്ച് ഇൻ ദ ടെക്സാസ്. ഞാൻ ടെക്സാസിലേക്ക് റോഡ് മാർഗം പോയി. ടെക്സാസ് കൗ കൺട്രി ആൻഡ് ഓഫൺ വെന്റ് ടു ടൗൺ വിത്ത് ദ ബോയ്സ് ടു വൂപ്പ് ഇറ്റ് അപ്പോൺ പേ ഡേ. അങ്ങനെ അവിടെ ഈ ശമ്പളം കിട്ടുന്ന ദിവസം അവിടെ കൂട്ടുകാരോടൊപ്പം കുടിക്കാനായി പുറത്തിറങ്ങി തുടങ്ങി. ബൈ ദ ടൈം ഐ റിട്ടേൺ ടു മൈ ഹോം ഇൻ ദ മിഡിൽ വെസ്റ്റ് ഐ ഹാഡ് ലേൺഡ് സെവറൽ പാറ്റേൺസ് ഓഫ് ലിവിങ്. സോ to say nothing of the cocksure attitude that I needed no advice from anyone. അപ്പൊ ആരുടെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാതെ ഞാൻ അവിടെ പല രീതിയിലുള്ള ജീവിതം നയിച്ചു. ദ നെക്സ്റ്റ് 10 years ആർ സ്കെച്ചി. അടുത്ത 10 വർഷങ്ങൾ വളരെ ഇതായിരുന്നു. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്ത് ഐ മാരീഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് മൈ ഓൺ ഹോം. ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് സ്വന്തമായ ഒരു വീടുണ്ടായി. ആൻഡ് എവറിഥിങ് വാസ് ലവ്ലി ഫോർ എ ടൈം. ആ സമയത്ത് എല്ലാം വളരെ സ്നേഹനിർഭരമായിരുന്നു. സൂൺ ഐ വാസ് ഹാവിംഗ് എ ഗുഡ് ടൈം ഗെറ്റിംഗ് അറൌണ്ട് ദ ലോ ഇൻ സ്പെക്സസിസ്. ഓ യെസ്, ഐ ഔട്ട്സ്മാർട്ടഡ് അവർ നാഷണൽ ലോ, ബട്ട് ഐ വാസ് നോട്ട് ക്വിറ്റ് സക്സസ്ഫുൾ ഫോർ evading the old moral law.
അപ്പോൾ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു. ഐ വാസ് വർക്കിംഗ് ഫോർ എ ലാർജ് ഇൻഡസ്ട്രിയൽ കൺസേൺ. ഞാനൊരു വലിയ വ്യാവസായിക സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഹാഡ് ബീൻ പ്രൊമോട്ടഡ് എ സൂപ്പർവൈഷണൽ ജോബ്. അവിടെ എനിക്ക് ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ജോലിയിലേക്ക് ഉദ്യോഗക്കയറ്റം കിട്ടി. ഇൻസ്പൈറ്റ് ഓഫ് ബിഗ് പാർട്ടീസ്, വലിയ പാർട്ടികൾക്ക് പകരമായി ഐ വാസ് ഫോർ 3 or 4 years ഏബിൾ ടു ബി ഓൺ ദ ജോബ് ദ നെക്സ്റ്റ് മോർണിംഗ്. അപ്പം പാർട്ടികൾക്ക് ശേഷവും എനിക്ക് അടുത്ത മോർണിംഗിൽ അടുത്ത 3-4 വർഷക്കാലം അടുത്ത മോർണിംഗിൽ രാവിലെകളിൽ എനിക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞു. ദെൻ ഗ്രാജുവലി ദ ഹാങ് ഓവേഴ്സ് ബിക്കം മോർ പെർസിസ്റ്റൻസ് ആൻഡ് പിന്നീട് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന ഹാങ് ഓവർ എന്നെ ജോലിക്ക് പോകാൻ സമ്മതിക്കാതെ, ആൻഡ് ഐ ഫൗണ്ട് മൈസെൽഫ് നോട്ട് ഓൺലി നീഡിങ് എ ഫ്യൂ ഷോട്ട്സ്, മദ്യം മാത്രമല്ല, ബിഫോർ ഐ കുഡ് ഗോ ടു വർക്ക്, അതായത് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ മദ്യം കുടിക്കണമെന്ന നിലയിലെത്തി. ബട്ട് ഫൈനലി ഫൗണ്ട് ഇറ്റ് അഡ്വൈസബിൾ ടു സ്റ്റേ അറ്റ് ഹോം. അവസാനം അവരെന്നോട് വീട്ടിൽ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. ആൻഡ് സോബർ അപ്പ് മൈ ദ ടേപ്പർ ഓഫ് മെത്തേഡ്. അപ്പൊ എന്റെ ചില മാർഗങ്ങൾ ഉപയോഗിച്ച് ഞാൻ സോബറാവാൻ തുടങ്ങി. മൈ ബോസസ് ട്രൈ ടു ഗിവ് മീ സം ഗുഡ് അഡ്വൈസ്. എന്റെ തൊഴിലുടമകള് എനിക്ക് ചില ഉപദേശങ്ങൾ തരാൻ തുടങ്ങി. വെൻ ദാറ്റ് ഡിഡ്ന്റ് ഹെൽപ്പ് ദേ ട്രൈഡ് മോർ ഡ്രാസ്റ്റിക് മെഷേഴ്സ്. അതൊന്നും വർക്ക് ചെയ്യാത്തപ്പോ അവർ വേറെ ചില കാര്യങ്ങൾ, ലേ മീ ഓഫ് വിത്തൗട്ട് പേ, എന്നെ ശമ്പളം തരാതെ വീട്ടിലിരുത്തി. ദേ കവേർഡ് അപ്പ് മൈ ടു ഫ്രീക്വന്റ് ആബ്സെൻസ് മെനി ടൈംസ് ഇൻ ഓർഡർ ടു കീപ് ദം ഫ്രം ദ അറ്റൻഷൻ ഓഫ് ദ ഹയർ ഒഫീഷ്യൽ ഇൻ ദ കമ്പനി. പലപ്പോഴും അവരെന്നെ എന്റെ ആബ്സെൻസ്, എന്റെ ഇവിടെ ഈ ജോലിക്ക് വരാതിരിക്കല് അനേകം തവണ എന്റെ മുകളിലുള്ള ഹയർ ഒഫീഷ്യൽസിനെ അറിയിക്കാതെ, കമ്പനിയിലെ അറിയിക്കാതെ അവർ ഹൈഡ് ചെയ്ത് വെച്ചു. മൈ ആറ്റിറ്റ്യൂഡ് വാസ് ദാറ്റ് ഐ കുഡ് ഹാൻഡിൽ മൈ ലിക്വർ വെൻ എവർ. അപ്പൊ എന്റെ മനോഭാവം എന്ന് പറഞ്ഞാല് എനിക്ക് എപ്പോ വേണേലും മദ്യം കൈകാര്യം ചെയ്യാൻ കഴിയും. ഐ വാണ്ടഡ് ടു ഗോ അബൌട്ട് ഇറ്റ് സീരിയസ്ലി. അതെനിക്ക് ഗൗരവമായിട്ട് പോകണം. ആൻഡ് ഐ കൺസിഡേർഡ് മൈ ആബ്സെൻസ് no worse than those of the other employees and officials who were getting away with murder in their drinking. അപ്പം എനിക്ക് ഈസിലി ആയിട്ട്, വളരെയധികം ഈസിലി ആയിട്ട് മദ്യം കൈകാര്യം ചെയ്യാൻ കഴിയും. ഐ വാണ്ട് ടു ഗോ അബൌട്ട് ഇറ്റ് സീരിയസ്ലി. എനിക്ക് ഗൗരവമായിട്ട് പോകണം. ആൻഡ് ഐ കൺസിഡർ മൈ ആബ്സെൻസ് നോ വേഴ്സ് ദാൻ ദോസ് ഓഫ് അതർ എംപ്ലോയീസ്. മറ്റുള്ളവർ, എന്റെ ആബ്സെൻസ് മറ്റുള്ള എംപ്ലോയീസ് അവിടെ ഉള്ളതുകൊണ്ട് അത് കുഴപ്പമില്ല. ആൻഡ് ഒഫീഷ്യൽ ഹൂ വേർ ഗെറ്റിംഗ് അവേ വിത്ത് മർഡർ ഇൻ ദെയർ ഡ്രിങ്കിങ്. One does not have on use his imagination much to realize that this sort of drinking is hard on the matrimonial relationship. അതായത് വിവാഹ ജീവിതത്തിൽ ഈ പറയുന്ന ഇത്തരം കുടികള് നമ്മൾ ഇമാജിൻ ചെയ്യാതിനേക്കാൾ ഉപരിയാണ്. ആഫ്റ്റർ പ്രൂവിങ് മൈസെൽഫ് നെയ്തർ ഫെയ്ത്ത്ഫുൾ നോർ capable of being temperate, my wife left me and obtained a judicial separation. This gave me a really good excuse to be get drink. അതായത് ഇത്തരത്തിലുള്ള തുടർച്ചയായ കുടിക്ക് ശേഷം എന്റെ ഭാര്യ എനിക്ക് നിയമപരമായി വേർപിരിയാനായിട്ട് തീരുമാനിച്ചു. അതെന്നെ കൂടുതൽ കുടിക്കായി പ്രേരിപ്പിച്ചു. ഇൻ ദ ഇയർ 1933, 1939 ആൻഡ് 1934, 1934 ഐ വാസ് ഫയർഡ് സെവറൽ ടൈംസ്. ഞാൻ പല ജോലികളിൽ നിന്നും പുറത്തായി. ബട്ട് ഓൾവേസ് ഗോട്ട് മൈ ജോബ് ബാക്ക് ഓൺ മൈ പ്രോമിസ് ടു ഡു ബെറ്റർ. അതായത് ഞാൻ ഒരിക്കലും കുടിക്കുകയില്ല, ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം എന്നുള്ള എന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരിൽ പലരും എനിക്ക് ജോലി തിരിച്ചു നൽകി. ഓൺ ദ ലാസ്റ്റ് ഒക്കേഷൻ, അവസാനത്തെ കാര്യം, ഐ വാസ് റെഡ്യൂസ്ഡ് ടു ദ ലേബർ ഗ്യാങ് ഇൻ ദ പ്ലാൻ. ഞാൻ അവിടെയുള്ള തൊഴിലാളികളോടൊപ്പം ഗ്യാങ് കൂടാൻ പോയില്ല. ഐ മേഡ് എ ടെറിഫിക് എഫേർട്ട് ടു സ്റ്റേ സോബർ ആൻഡ് പ്രൂവ് മൈസെൽഫ് capable ഓഫ് ബെറ്റർ തിങ്സ്. അങ്ങനെ ഞാൻ എന്റെ സുബോധാവസ്ഥയിൽ നിലനിൽക്കാനും അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ശ്രമിച്ചു. അങ്ങനെയുള്ള എഫേർട്ടുകൾ ഞാൻ സ്വയം ഏറ്റെടുത്തു. ഐ സക്സീഡഡ് ടു പ്രറ്റി. ഞാൻ പലപ്പോഴും പ്രറ്റി വെൽ, വളരെ പല സമയത്തും അത് വിജയിച്ചു. ആൻഡ് വൺ ഡേ ഐ വാസ് കോൾഡ് ഇൻ ടു ദ പ്രൊഡക്ഷൻ ചീഫ്സ് ഓഫീസ്. ഒരിക്കൽ എന്നെ പ്രൊഡക്ഷൻ ചീഫ്സ് ഓഫീസിലേക്ക് വിളിച്ചു. ആൻഡ് ടോൾഡ് ഐ ഹാഡ് മെറ്റ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ടു ബി റെഡി ടു സ്റ്റാർട്ട് ഓൺ എ ബെറ്റർ ജോബ്. അങ്ങനെ എന്നെ അവര് എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുവാണെന്നും എനിക്ക് നല്ലൊരു ജോലി നൽകുകയാണെന്നും പറഞ്ഞു. ദിസ് ഗുഡ് ന്യൂസ് സീംഡ് ടു ജസ്റ്റിഫൈ എ മൈൽഡ് സെലിബ്രേഷൻ വിത്ത് എ ഫ്യൂ ബിയേഴ്സ്. ഈ ജോലി കിട്ടിയപ്പോ എന്റെ ചിന്ത,
ഇത് ന്യായീകരിക്കത്തക്കതാണ്. ഈ പറയുന്ന ജോലി കിട്ടിയ അവസരം കുറച്ച് ബിയർ കുടിച്ച് ആഘോഷിക്കാം. എക്സാക്ട്ലി 4 days later, 4 ദിവസത്തിന് ശേഷം ഐ റിപ്പോർട്ടഡ് ഫോർ വർക്ക്. ഞാൻ ജോലിക്കായി ചെന്നപ്പോൾ only to find that they to know about the mild celebration and that they had decided to check me out altogether. അങ്ങനെ ആ മൈൽഡ് ചെറിയ ആ ആഘോഷത്തിന് ശേഷം അവര് എന്നോട് പറഞ്ഞു അവർക്ക് ഒന്നുകൂടി പരിശോധിക്കണം. ആഫ്റ്റർ എ ടൈം, കുറച്ചു കാലം ശേഷം ഐ വെന്റ് ബാക്ക് ആൻഡ് വാസ് അസൈൻഡ് ടു വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ജോബ് ഇൻ ദ ഫാക്ടറി. പിന്നീട് എനിക്ക് അവിടെ ഏറ്റവും വലിയ കഠിനമായ ജോലിയാണ് അവിടെ എനിക്ക് തന്നത്. ഐ വാസ് ഇൻ ബാഡ് ഷേപ്പ്. ഞാൻ വല്ലാത്ത മോശപ്പെട്ട അവസ്ഥയിലായി ഫിസിക്കലി. ആൻഡ് ആഫ്റ്റർ 6 months ഓഫ് ദിസ്, 6 മാസത്തിന് ശേഷം ഐ ക്വിറ്റ്. ഞാൻ ഇത് മദ്യപാനം നിർത്തി. ഗോയിങ് ഓൺ എ ഡ്രിങ്ക് വിത്ത് മൈ ലാസ്റ്റ് പേച്ചക്ക്. പിന്നീട് എനിക്ക് പേച്ചക്ക് കിട്ടിയപ്പോൾ വീണ്ടും ഞാൻ കുടിക്കാൻ പോയി. Then I began to find that the friends with whom I had been drinking for some time seemed to disappear. പലപ്പോഴും ഞാൻ കൂട്ടുകാരോടൊപ്പം കുടിക്കാനായി ഞാൻ സ്വയം അപ്രത്യക്ഷനായി. This made me resentful. എനിക്ക് നീരസം വന്നു. And I found myself many times feeling that everybody was against me. എനിക്ക് ഇങ്ങനെ ഒരു തോന്നലാണ് വന്നത്, ലോകത്തുള്ള എല്ലാവരും എനിക്കെതിരാണ്. ബൂട്ട്ലെഗ് ജോയിന്റ്സ് became my hangouts. അങ്ങനെ അങ്ങനെ എന്റെ ഹാങ് ഔട്ടിൽ ഒരുപാട് പേര് വന്ന് ഐ സോൾഡ് മൈ ബുക്സ്. എന്റെ ബുക്ക് ഞാൻ വിറ്റു, കാറ് വിറ്റു, ആൻഡ് ഈവൻ ക്ലോത്തിങ് ഇൻ ഓർഡർ ടു ബൈ എ ഫ്യൂ ഡ്രിങ്ക്സ്. എനിക്ക് കുറച്ച് മദ്യം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ തുണി പോലും വിൽക്കാൻ തയ്യാറായി, വസ്ത്രങ്ങൾ പോലും വിൽക്കാൻ തയ്യാറായി. ഐ ആം സർട്ടേൺ ദാറ്റ് മൈ ഫാമിലി കെപ്റ്റ് മീ ഫ്രം ഗ്രാവിറ്റേറ്റിംഗ് ടു ഫ്ലോപ്പ് ഹൗസസ് ആൻഡ് ഗട്ടേഴ്സ്. അപ്പം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാളും കുഴിയിൽപ്പെടുന്നതിനേക്കാളും എന്റെ കുടുംബം എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. ഐ ആം എന്റേണലി താങ്ക്ഫുൾ ടു ദം. ഞാൻ അവരോട് നന്ദിയുള്ളവനാണ്. ദാറ്റ് ദേ നെവർ ത്രൂ മീ ഔട്ട് ഓഫ് ഓൺ റെഫ്യൂസ്ഡ് മീ ഹെൽപ്പ് മീ വെൻ ഐ വാസ് ഡ്രിങ്കിങ്. അതായത് അവരെന്നെ പുറത്തേക്ക് എറിഞ്ഞില്ല, എനിക്ക് സഹായം തരാതെ എന്നെ നിരസിച്ചില്ല. ഞാൻ അവരോട് നന്ദിയുള്ളവരാണ് ഞാൻ കുടിക്കുന്ന കാലഘട്ടത്തിൽ. ഓഫ് കോഴ്സ്, തീർച്ചയായും ഐ ഡിഡിൻറ്റ് അപ്രീഷിയേറ്റ് ദെയർ കൈൻഡ്നസ് ദെൻ. ഞാൻ അവരുടെ ഈ പറയുന്ന ദയാവായ്പിന് നന്ദി പറയുന്നില്ലെങ്കിൽ ഐ ബിഗാൻ ടു സ്റ്റേ അവേ ഫ്രം ഹോം ഓൺ പ്രൊട്ടക്റ്റഡ് ഡ്രിങ്കിങ് സ്പെൽസ്. വീണ്ടും ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ഞാൻ വീണ്ടും ആ കുടിയുടെ ഇതിലേക്ക് കടന്നു പോവുകയും ചെയ്യും. സംഹൗ മൈ ഫാമിലി ഹിയർഡ് ഓഫ് 2 men in town who had found a way to drink. എന്റെ കുടുംബക്കാർ എങ്ങനെയോ 2 മനുഷ്യർ കുടി നിർത്തിയതായി ആ ടൗണിൽ ഉണ്ടെന്ന് അറിഞ്ഞു. They suggested that I contact these men, but I retracted. If I can't handle my liquor with my own willpower, then I had a better jump over the viaduct. അതായത് ഞാനിത് അറിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ്, ഞാനിത് അറിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മദ്യത്തെ കൈകാര്യം വിൽ പവർ കൊണ്ട് അല്ലെങ്കിൽ എന്റെ ഇച്ഛാശക്തി കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനും ഭേദം ഞാൻ മരിക്കുകയാണ്. അനദർ ഓഫ് മൈ യൂഷ്വൽ ഡ്രിങ്കിങ് സ്പെൽസ് കെയിം ഓൺ. അങ്ങനെ ഞാൻ വീണ്ടും സാധാരണത്തെ പോലത്തെ കുടി തുറന്നുകൊണ്ടിരുന്നു. ഐ ഡ്രാങ്ക് ഫോർ അബൌട്ട് 10 days. 10 ദിവസം തുടർച്ചയായി കുടിച്ചു. നോ ഫുഡ് എക്സെപ്റ്റ് കോഫി. കാപ്പി അല്ലാതെ മറ്റൊന്നും, എനിക്ക് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല. ബിഫോർ ഐ വാസ് സിക്ക് എനഫ്. അങ്ങനെ ഞാൻ ടു സ്റ്റാർട്ട് ദ ബാറ്റിൽ ബാക്ക് ടു സോബറിറ്റി. അങ്ങനെ സുബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള യുദ്ധം ഞാൻ തുടങ്ങി കഴിഞ്ഞു. വിത്ത് ദ അക്കമ്പനിങ് ഷേക്സ്. അങ്ങനെ ഞാൻ പറഞ്ഞു തുടങ്ങി. നൈറ്റ് സ്വെറ്റ്സ്. രാത്രികളിൽ ഞാൻ വേർത്തു തുടങ്ങി. ജിറ്ററി നെർവസ്. എന്റെ ഞരമ്പുകൾ വരയ്ക്കാൻ തുടങ്ങി. ആൻഡ് ഹൊറിബിൾ ഡ്രീംസ്. അതായത് വളരെ ഭീകരമായ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. ദിസ് ടൈം ഐ ഫെൽറ്റ് ദാറ്റ് ഐ റിയലി നീഡഡ് സം ഹെൽപ്പ്. ഈ സമയത്താണ് എനിക്ക് തീർച്ചയായും ഒരു സഹായം ആവശ്യമുണ്ടെന്ന് എന്റെ മനസ്സിൽ തോന്നിയത്. ഐ ടോൾഡ് മൈ മദർ. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഷീ കുഡ് കോൾ ദ ഡോക്ടർ. നിനക്ക് ഡോക്ടറെ വിളിക്കാമോ? ഹൂ ഹാസ് ദ സെന്റർ ഓഫ് ദ ലിറ്റിൽ ഗ്രൂപ്പ് ഓഫ് ഫോർമർ ഡ്രിങ്കേഴ്സ്. അയാളാണ് ആ ഗ്രൂപ്പിലെ കുടിക്കാത്ത ചെറിയ ഗ്രൂപ്പിലെ കേന്ദ്ര കഥാപാത്രം. ഷീ ഡിഡ്. അവൾ അങ്ങനെ ചെയ്തു. ഐ അലൗഡ് മൈസെൽഫ് ടു ബി ടേക്കൻ ടു എ ഹോസ്പിറ്റൽ വേർ ഇറ്റ് ടുക്ക് സെവറൽ ഡേയ്സ്. ഞാൻ എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനും അവിടെ ഞാൻ ഒരുപാട് ദിവസങ്ങൾ ചെലവഴിച്ചു. ഫോർ മൈ ഹെഡ് ടു ക്ലിയർ ആൻഡ് മൈ നെർവസ് ടു സെറ്റിൽ. എന്റെ തലച്ചോറ് വ്യക്തമാക്കാനും എന്റെ ഞരമ്പുകളെ സെറ്റിൽ ചെയ്യണം. ദെൻ വൺ ഡേ ഐ ഹാഡ് എ കപ്പിൾ ഓഫ് വിസിറ്റേഴ്സ്. പിന്നീട് എനിക്ക് കുറച്ച് വിസിറ്റേഴ്സ് വന്നു. വൺ എ മാൻ ഫ്രം ന്യൂയോർക്ക്. ഒരാള് ന്യൂയോർക്കിൽ നിന്ന്, ആൻഡ് ദ അതർ എ ലോക്കൽ അറ്റോർണി. പിന്നീട് അവിടെയുള്ള ഒരു ലോക്കലായിട്ടുള്ള ഒരു അറ്റോർണി ജനറൽ ആണ് വന്നത്. ഡ്യൂറിങ് അവർ കോൺവെർസേഷൻ, ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഐ ലേൺഡ് ദാറ്റ് ദേ ഹാഡ് ബീൻ ആസ് ബാഡ് ആസ് മൈസെൽഫ് ഇൻ ദിസ് ഡ്രിങ്കിങ്. അതായത് കുടിയുടെ കാലഘട്ടം എന്നെ പോലെ തന്നെയായിരുന്നു, അത്രയും മോശമായിരുന്നു അവർക്കും. ആൻഡ് ദാറ്റ് ദേ ഹാഡ് ഫൗണ്ട് റിലീഫ്. അവിടെ അവർക്ക് ആശ്വാസം കിട്ടിയിരിക്കുന്നു. ആൻഡ് ഹാഡ് ബീൻ ഏബിൾ ടു മേക്ക് എ കം ബാക്ക്.
അവർക്കും തീർച്ചയായും തിരിച്ചു വരാൻ സാധിച്ചു. ലേറ്റർ ദേ വെന്റ് ഇൻ ടു മോർ ഡീറ്റെയിൽ. അവർ പിന്നീട് വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, വിശദമായി പറഞ്ഞു. ആൻഡ് പുട്ട് ഇറ്റ് മീ വെരി സ്ട്രൈറ്റ്. അത് വളരെ വ്യക്തമായിട്ട് നേരെ പറഞ്ഞു. ദാറ്റ് ഐ ഹാവ് ടു ഗീവ് അവർ മൈ ഡിസയർ ഓർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. എന്റെ ആഗ്രഹവും എന്റെ മനോഭാവങ്ങളും ടു എ പവർ ഗ്രേറ്റർ ദാൻ മൈ സെൽഫ്, എന്നേക്കാൾ ഒരു വലിയ ശക്തിയിലേക്ക് മാറ്റണം. വിച്ച് വുഡ് ഗീവ് മീ എ ന്യൂ ഡിസയേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. അങ്ങനെ മാറ്റിയാൽ മാത്രമേ നിനക്ക് പുതിയ ഒരു ആഗ്രഹവും മനോഭാവവും ഉണ്ടാകുകയുള്ളൂ. പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ്, എന്നേക്കാൾ ഒരു വലിയ ശക്തിയിലേക്ക് മാറ്റിയാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നോട് പറഞ്ഞു. ഇത്രയും ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം. താങ്ക് യു. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.